ഏറ്റവും സ്നേഹപൂർവ്വം സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ ഇന്നത്തെ പ്രഭാഷണത്തിലേക്ക് ദിവ്യക്ഷേത്ര ദർശനത്തെ പറ്റിയുള്ള 10ാമത്തെ ശ്ലോകം ആണല്ലോ സാർ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഹരിയോ. ഓം വിദ്യാധിരാജായ നമഃ. തീർത്ഥം പാപഹരം പവിത്രം അറിവിൻ സാരസ്വതം സാഗരം സാർത്ഥം നിഷ്കളമാത്മബോധമഖിലാണ്ട പ്രേമപൂർണാകരം ദീപ്തം പാദയുഗം പ്രകാശനിലയം സച്ചിത് സുഖത്തിൻ പദം സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. ഓം വിദ്യാധിരാജായ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ശ്ലോകം 10. ഹന്യാർത്ഥാർദ്ധാന്ധകാരം മമ മതിഗമിതേർണാകുളേശാരണിസ്തോ വന്യർയേന പ്രപന്നാ നിയമിതമനസോ നിർവിശേഷാത്മമുക്തിം മൃത്യുർയദ്ദാഹഭീത്യേവ ഹി സകലഹര പഞ്ചമോധാവതീതി ശ്രുത്യന്താർദ്ധൈകനിഷ്ഠം ശരണമശരണം മൃത്യുമൃത്യും പ്രപദ്യേ. ഹന്യാദ് ഹാർദാന്ധകാരം മമ മതിഗമിതെർണാകുലേശാരണിസ്തോ വന്യർയേന പ്രപന്ന നിയമിതമനസോ നിർവിശേഷാത്മമുക്തിം മൃത്യുർയദ്ദാഹഭീത്യേവ ഹി സകലഹര പഞ്ചമോധാവതീതി ശ്രുത്യന്താർത്ഥൈകനിഷ്ഠം ശരണമശരണം മൃത്യുമൃത്യും പ്രപദ്യേ. ഹന്യാത്, ഇതിന്റെ സന്ധിച്ഛേദം ഒന്ന് നോക്കണം. ഹന്യാത് ഹാർദ അന്ധകാരം മമ മതിഗമിത എർണാകുളേശാരണിസ്ഥ വഹ്നിഹി യേന പ്രപന്നാഹ നിയമിത മനസഃ നിർവിശേഷാത്മമുക്തിം മൃത്യുഹു യദ്ദാഹഭീത്യാ ഇവ ഹി സകലഹരഃ പഞ്ചമഃ ധാവതി ഇതി ശ്രുത്യന്തർത്ഥൈകനിഷ്ഠം ശരണം അശരണം മൃത്യുമൃത്യും പ്രപദ്യേ എന്നാണ് ഇതിന്റെ സന്ധിച്ഛേദം. ഹന്യാത് ഹാർദ അന്ധകാരം, ഹാർദ അന്ധകാരം, ഹാർദത്തിന്റെ അന്ധകാരത്തെ ഹനിക്കട്ടെ എന്നാണ്. ഹാർദം, ഹാർദം എന്ന് പറഞ്ഞാൽ ഹൃദയം. ഹാർദം ഹൃന്മാനസം മനഃ. ഹാർദം ഹൃത്ത്, മാനസം മനസ്സ്, ഇതൊക്കെ ഹൃദയത്തിന്റെ പര്യായങ്ങളാണ്. പലപ്പോഴും നമ്മൾ വളരെ തെറ്റിച്ച് ഒരു പദം പ്രയോഗിക്കാറുണ്ട്. ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. സ്വാഗതത്തിന്റെ അവിടെ വന്നാൽ നമുക്ക് വളരെയേറെ തെറ്റുകളൊക്കെ പറ്റാറുണ്ട്. അപ്പൊ അതിലൊരെണ്ണം ഈ ഹാർദവം എന്ന് പറയുന്നതാണ്. ഹാർദം ഹൃത്ത്, ഹൃദയത്തോടെ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു എന്നർത്ഥത്തിലാണ് ഹാർദമായി എന്ന് പറയുക. അപ്പൊ ഹാർദവം എന്നവിടെ വരില്ല. അപ്പോ ഹാർദത്തിന്റെ അന്ധകാരത്തെ ഹനിക്കട്ടെ. ആരാണ് അതിനെ ഹനിക്കേണ്ടത്? അത് ഹനിക്കേണ്ടത് എറണാകുളത്തപ്പനാണ്. എറണാകുളത്തെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠിതനായിട്ടുള്ള ശ്രീ പരമേശ്വരനാണ് ഹാർദത്തിന്റെ അന്ധകാരം, ഹൃദയത്തിന്റെ ദ്വാന്തം, അന്ധകാരം ഹനിക്കുമാറാകട്ടെ എന്ന് പറയുന്നത്. അപ്പോ ഈ തിമിരം, ഹൃദയത്തിലുള്ളതായ തിമിരം മാറിയാലാണ് ഈശ്വര ദർശനം നമുക്ക് സാധ്യമായി തീരുക. അപ്പൊ നമുക്കൊരു തിമിരം ഉണ്ട്, തിമിർപ്പും പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഉത്സവ തിമിർപ്പ്, ആനന്ദം കൊണ്ടുള്ള തിമിർപ്പ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ തിമിർപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിമിരം ബാധിക്കലാണ്.
തിമിരം ബാധിക്കുക, അന്ധകാരം ബാധിക്കുക. അപ്പോ എന്താ ചെയ്യുന്നത്? സന്തോഷം അങ്ങ് കൂടിയിട്ട് വേണ്ടതിനെ നമ്മൾ മറന്നു പോകും. അതാണ് ഉത്സവത്തിന്റെ തിമിർപ്പുകൾ. അപ്പോ പ്രധാനമായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യം ഇല്ലാതെയായി തീരുമ്പോഴാണ്. അപ്പൊ നമ്മൾ എപ്പോഴും കാണാറുണ്ട് ഉത്സവത്തിന്റെ തിമിർപ്പിൽ പാടില്ലാത്ത പല കാര്യങ്ങളും വരെ ചെയ്യുന്നു. പിന്നെ എന്ത് പോവും? പലപ്പോഴും വേണ്ടത് പലതും മറന്നു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് ചിലപ്പോ പൂജാവിധികളിൽ വരെ, നമ്മുടെ ആഘോഷങ്ങളിൽ വരെ ചിലപ്പോ ഇതൊക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഒരു പ്രാർത്ഥന ഏറ്റവും ഒടുവിൽ ഉള്ളത്. യദസ്യ കർമ്മണോ അത്യരീരിചം യദ്വാന്യൂനമിഹാകരം അഗ്നിഷ്ടത് സൃഷ്ടകൃത് വിദ്വാൻ സർവം സൃഷ്ടം സുഹൃതം കരോതു മേ അഗ്നയേ സൃഷ്ടകൃതേ സുഹൃതഹുതേ സർവപ്രായശ്ചിത്താഹുതീനാം കാമാനാം സമർത്ഥയിത്രേ സർവാന്ന കാമാൻ സമർത്ഥയ. നമുക്ക് എപ്പോഴും തിമിർപ്പുകൾ കൂടുതലാണ്. ഉത്സവമാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ചെയ്യാൻ പാടില്ലാത്തതൊക്കെ അങ്ങോട്ട് ചെയ്ത് കൂട്ടും. എന്നിട്ട് പലതും അപകടത്തിലാവും തീരുകയും ചെയ്യും. ഈ എറണാകുളത്ത് തന്നെ ഒരിക്കൽ ഒരു ഉത്സവവേള, ഒരു ആഘോഷവേളയിൽ ഇതുപോലെ ഉണ്ടായി. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പലപ്പോഴും ഇത് പറയാറുണ്ട്. എറണാകുളത്ത് അതെന്തോ ഒരു പരിപാടിയുടെ ഒരു ഉദ്ഘാടനമാണ്. അവിടുത്തെ പഞ്ചായത്താണ് ചെയ്യുന്നത്, അവിടുത്തെ ജില്ലാ പഞ്ചായത്താണെന്ന് തോന്നുന്നു. ഏതൊരു പരിപാടിയുടെ ഉദ്ഘാടനത്തിനായിട്ട് ആനയെ കൊണ്ടുവന്നു. അപ്പൊ ആനയെ കൊണ്ടുവരുമ്പോ പിന്നെ അവിടെ ഔചിത്യം എന്ന് പറയണില്ല. അപ്പൊ അവർക്ക് സംഘാടകർക്ക് ഒരു തോന്നല്, ഏതായാലും ആന വരുന്നുണ്ടല്ലോ, അധ്യക്ഷനെ ആനപ്പുറത്ത് കൊണ്ടുവരാം എന്ന് അവർക്കങ്ങ് തോന്നി. അധ്യക്ഷനെ ആനപ്പുറത്ത് കൊണ്ടുവന്നു. അവിടെ വരുന്ന ആന ഉദ്ഘാടകനാണ് എന്നുള്ള കാര്യം എല്ലാവരും മറന്നു. അതാണ് തിമിർപ്പ്. മനസ്സിൽ തിമിരം കയറിയിട്ട് ആനയെ ആനയായി മാത്രം കണ്ടു. എന്തായി കണ്ടില്ല? ഉദ്ഘാടകനായി കണ്ടില്ല. ഉദ്ഘാടകൻ എന്ന് പറയുമ്പോ എന്താണ്? അധ്യക്ഷനെ പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ആളാണ് ഉദ്ഘാടകൻ, വിശിഷ്ട അതിഥിയാ. അപ്പോ ഇവിടെ വന്നപ്പോഴേക്കും പരിപാടിയാകെ കലങ്ങി. കാരണം എന്താന്ന് വെച്ചാല് മാധ്യമപ്രവർത്തകരെല്ലാം കൂടെ പറഞ്ഞു, അധ്യക്ഷൻ ഉദ്ഘാടകന്റെ പുറത്ത് കയറി എന്ന് പറഞ്ഞു. അതോടെ എന്തായി? ഒരു യോഗത്തില് അധ്യക്ഷൻ ഉദ്ഘാടകന്റെ പുറത്ത് കയറിയിരുന്നാൽ എത്രമാത്രം അലങ്കോലമാവുകയോ ആ അലങ്കോലമൊക്കെ ആ പരിപാടിക്കും ഉണ്ടായി. അപ്പൊ തിമിർപ്പിന്, ഉത്സവ തിമിർപ്പിന്, ആനന്ദ തിമിർപ്പിന് ഒരു ഉദാഹരണമാണ് അത്. അപ്പൊ ഇവിടെ എറണാകുളത്തപ്പൻ നമ്മുടെ ഹാർദ അന്ധകാരം പ്രശമിപ്പിക്കുമാറാകട്ടെ. ഹന്യാത് ഹനിക്കട്ടെ എന്നാണ് ഈ എറണാകുളത്തപ്പൻ. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എറണാകുളത്തപ്പനെ ശരണം പ്രപദ്യേ. ശരണം പ്രപദ്യേ, എറണാകുളത്തപ്പനെ ശരണം പ്രപദ്യേ. അഹം, ഞാൻ ശരണം പ്രാപിക്കുന്നു, ശരണം പ്രപന്നനാണ് ഞാൻ എറണാകുളത്തപ്പന്റെ മുൻപിൽ എന്നർത്ഥം. ഏത് വിധത്തിൽ? അശരണമായ വിധത്തിൽ ശരണം പ്രാപിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പൊ അശരണം എന്നതിന് അർത്ഥം പറയുമ്പോ അശരണം യഥാ സ്യാത് തഥ, അശരണമായ വിധത്തിൽ, മറ്റൊരു ശരണവും ഇല്ലാത്ത വിധത്തിൽ ഞാൻ എറണാകുളത്തപ്പനെ ശരണം പ്രാപിക്കുന്നു എന്നാണ്. അപ്പോ ആ ശരണം പ്രാപിക്കലിന്റെ വിശേഷണമാണ് ഏത് വിധത്തിൽ ശരണം പ്രാപിക്കുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് കാണിക്കുന്നത്? അശരണം എന്ന് കാണിക്കുന്നത്. ഇനി എങ്ങനെയുള്ള എറണാകുളത്തപ്പനാണ് ഇവിടെ? മതിഗമിത എറണാകുളേശ അരണിസ്തഹ. മതിഗമിതമായിട്ടുള്ള, മതിയിൽ ഗമിതമായത്, ഗമിതം ഗമിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മതി ബുദ്ധി, ബുദ്ധിയിൽ ഗമിപ്പിക്കപ്പെട്ടിരിക്കുന്ന, ആരോപിക്കപ്പെട്ടിരിക്കുന്ന, അഥവാ ഞാൻ എൻ്റെ ധ്യാനത്തിലൂടെ എൻ്റെ ബുദ്ധിയിൽ ആരോപിച്ചിരിക്കുന്ന എറണാകുളേശ അരണിസ്തഹ. എറണാകുളേശൻ എന്ന അരണിയിൽ സ്ഥിതി ചെയ്യുന്ന ചൈതന്യമാണ്.
അപ്പൊ അവിടെ എറണാകുളത്തപ്പൻ എന്ന് പറയുന്നത് ഏത് ദേവനെയാണ്, ഏത് രൂപത്തിലുള്ള ഈശ്വര ശക്തിയെ ആണ് എന്നാണ് പറയുന്നത്. മമ മതിഗമിതമായിട്ടുള്ള, മതിയിൽ ഗമിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ ബുദ്ധിയിൽ എപ്പോഴും ആരോപിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനെയാണത്? എറണാകുളേശൻ എന്ന ഒരു അരണി. എറണാകുളത്ത് ഈശൻ, എറണാകുളത്തിന് അധീശനായിട്ടുള്ള എന്താണ്? ഒരു പ്രതിഷ്ഠയാണ്. ആ പ്രതിഷ്ഠ എന്താണ്? അതൊരു അരണിയാണ്. അരണി നമുക്കറിയാം. അരണി എന്തിനുള്ളതാണ്? അഗ്നി കടഞ്ഞെടുക്കുന്നതിനുള്ളതാണ്. അരണി അല്ലെ? അരണിയും മന്ദവും അത് കടയുന്നതിനുള്ള കോല്. അത് രണ്ടും ഉപയോഗിച്ച് അത് കടഞ്ഞ് അതിൽ നിന്ന് എടുക്കുന്ന അഗ്നി, ആ അഗ്നിയാണ് നമ്മൾ എന്ത് പറയാ? പ്രണീത എന്ന് പറയാ. പ്രണീത നിങ്ങൾക്ക് പരിചയമുണ്ടാകും. അതെന്താണ്? പ്രണീത എന്ന് പറയുന്ന ഒരു ചെറിയ പാത്രമാണ്. ആ പ്രണീതയല്ല ഇവിടെ, പ്രണീത സംസ്കൃതോ അനലഹ. പ്രണീതൻ എന്ന് പറയുന്നത് സംസ്കൃതമായ അനലനാണ്, അഗ്നിയാണ്. അപ്പൊ ആ അഗ്നി, അതാണ് യാഗത്തിനൊക്കെ അഗ്നി കടഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രകൃഷ്ടമായ രീതിയിൽ അത്യന്തം ഉത്കൃഷ്ടമായ പാവനമായ ഒരു കർമ്മത്തിലൂടെ കടഞ്ഞ് ആ അഗ്നിയെ എടുക്കുന്നു, പുതിയതായിട്ട് എടുക്കുകയാണ്. ഒരു നിലയ്ക്കുള്ള നവനീതമാണ് അല്ലേ? നവനീതം നമ്മൾ വെണ്ണയാണ് പറയുന്നത്. ഇതും എന്താണ്? നവമായിട്ട് നീതനാണ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയുന്നു? പ്രകർഷേണ നീതഃ പ്രണീതഃ എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ എടുക്കുന്ന അഗ്നിയെ പ്രണീത സംസ്കൃതോ അനലഹ എന്ന് അമരകോശകാരൻ പറഞ്ഞിരിക്കുന്നു. അമരസിംഹൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. അപ്പോ ആ അരണിയാണ് ഇവിടെ ഈ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അരണിയാണ്, അല്ലാതെ എന്തല്ല? ആ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ ബിംബമല്ല ഈശ്വരൻ. പിന്നെ എന്താണ്? ആ ബിംബത്തിൽ, അരണിയിൽ അഗ്നി കുടികൊള്ളുന്നത് പോലെ ആ ബിംബത്തിൽ എന്ത് കുടികൊള്ളുന്നു? ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നു. ആ ഈശ്വര ചൈതന്യമാണ് യഥാർത്ഥത്തിലുള്ള അഗ്നി. അതാണ് ഊർജം. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് തന്നെ കാരണമായിട്ടുള്ള ഊർജം ആ അഗ്നിയാണ്. അപ്പൊ അതിനെ നമ്മൾ കടഞ്ഞ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ എറണാകുളേശൻ എന്ന ആ ദേവൻ ഇവിടെ പ്രതിഷ്ഠിതമായിരിക്കുന്നു. ആ പ്രതിഷ്ഠ, ആ ദേവൻ കുടികൊള്ളുന്ന അരണിയാണ്. എത്ര വേദാന്തപരമായിട്ടാണ് അവിടെ അത് പറഞ്ഞിരിക്കുന്നത് എന്നാണ്. ഇതിൽ പരം ഒരു സ്പഷ്ടമായിട്ട് ഒരു ഭക്തനല്ല, തീർത്തും ഭൗതിക ദൃഷ്ടിയായിട്ടുള്ള ഒരാൾക്കും ഈ ചൈതന്യത്തിന്റെ ആ സ്ഥിതി എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ മറ്റൊരു ഉദാഹരണം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അപ്പൊ എറണാകുളത്ത് അപ്പൻ എന്ന ഈ പ്രതിഷ്ഠ ഇവിടെ എന്താണ്? അത് അരണിയാണ്. ആ അരണിയിൽ, എറണാകുളേശൻ എന്ന അരണിയിൽ സ്ഥിതി ചെയ്യുന്ന എറണാകുളേശ അരണിയിൽ സ്ഥിതി ചെയ്യുന്ന വഹ്നിയാണ് അത്. വഹ്നി എന്ന് ചിലര് ഉച്ചരിക്കും. അങ്ങനെ ഉച്ചരിക്കേണ്ട. വഹ്നി എന്ന് തന്നെയാണ്. ബ്രാഹ്മണൻ എന്നുള്ളതിന് ബ്രാഹ്മണൻ എന്ന് പലരും പറയാറുണ്ട്. സംസ്കൃതത്തിൽ അത് എങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ അങ്ങനെ തന്നെയാണ് അതിന്റെ വായന. വായനയ്ക്ക് എഴുത്തിനൊന്ന്, വായനയ്ക്ക് മറ്റൊന്ന് എന്നൊരു രീതി സംസ്കൃതത്തിന് ഇല്ല. കാരണം അത് അതുപോലെ സംസ്കരിച്ചു വെച്ചിട്ടുള്ള ഭാഷയാണ്. അപ്പോ വഹ്നി എന്ന് പറഞ്ഞാൽ എന്താണ്? വഹിക്കുന്നവൻ എന്നാണ് അർത്ഥം. വഹിക്കുന്നവൻ, കൊണ്ടുപോകുന്നവൻ. അതൊരു വാഹനമാണ്. നമ്മളെ വഹിക്കാൻ കെൽപ്പുള്ള ഒരു ചൈതന്യമാണ് അത് എന്നർത്ഥം. അപ്പൊ സാധാരണ അഗ്നിക്ക് ഒരു പര്യായമുണ്ട്. എന്താണ്? ദേവന്മാരുടെ ജിഹ്വ, ദേവജിഹ്വയാണ് അഗ്നി. ദേവന്മാരുടെ മുഖമാണ്. അതുകൊണ്ട് ദേവന്മാർക്ക് ഒരു പര്യായമുണ്ട്, ബർഹിർമുഖാഹ. ബർഹിസ് ആകുന്ന, അഗ്നിയാകുന്ന മുഖത്തോടു കൂടിയവരാണ്
ദേവന്മാർ. ബർഹിർമുഖാഹ ക്രതുഭുജോ ഗീർവാണാഹ ദാനവാരയഹ എന്ന് പര്യായം അമരകോശകാരൻ പറയുന്നു. അപ്പോ ബർഹിസ് ആ അഗ്നിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അഗ്നിയിൽ ഹോമിക്കുന്നത്. അഗ്നിയിൽ ഹോമിക്കുമ്പോൾ അത് എവിടെ എത്തിയെന്നാണ്? ദേവന്മാരുടെ മുഖത്ത് തന്നെ ഹോമിച്ചതാണ് അത് ദേവന്മാരുടെ സന്നിധിയിലേക്ക് നയിക്കുന്നു, വഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഹോമദ്രവ്യങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും ദേവസന്നിധിയിലേക്ക് നയിക്കുന്നു എന്ന സങ്കല്പത്തിലാണ് അഗ്നിയെ നമ്മൾ ദേവന്മാരുടെ മുഖമായി സങ്കല്പിക്കുന്നത്. അങ്ങനെ എറണാകുളേശൻ എന്ന അരണിയിൽ സ്ഥിതി ചെയ്യുന്ന, കുടികൊള്ളുന്ന ആ വഹ്നി, ആ അഗ്നി മമ ഹാർദ അന്ധകാരം ഹന്യാത്. മമ എന്റെ ഹാർദ അന്ധകാരം, ഹാർദത്തിലുള്ള ഹൃദയത്തിലുള്ള അന്ധകാരത്തെ ഹന്യാത് ഹനിക്കുമാറാകട്ടെ. ഇനി എങ്ങനെയാണ് അതിന്റെ വിശേഷണങ്ങളാണ്, എങ്ങനെയുള്ളതാണ് ആ അഗ്നി എന്ന് പറയുന്നു. എങ്ങനെയുള്ളതാണ് ആ അഗ്നി? യേന നിയമിത മനസഹ നിർവിശേഷാത്മമുക്തിം പ്രപന്നാഹ ഭവന്തി. യേന യാതൊന്നുകൊണ്ടാണോ, ഏതൊരു അഗ്നിയാലാണോ നിയമിത മനസ്സായിട്ടുള്ള ആളുകൾ, നിയമിത മനസഹ, നിയമിതം, നിയമിതം നിശേഷേണ പൂർണമായും യമിതമായിട്ടുള്ള, യമം, യമം എന്ന് പറഞ്ഞാൽ എന്താണ്? യമം എന്ന് പറഞ്ഞാൽ കൺട്രോൾ, അല്ലെ, നിയന്ത്രണം. യമത്തെ നമ്മൾ പല രൂപത്തിൽ പ്രയോഗിക്കാറുണ്ട്. ഉപസർഗങ്ങളോട് കൂടിയും ഉപസർഗങ്ങളില്ലാതെയും ഒക്കെ നമ്മൾ പറയാറുണ്ട്. യമം, നിയമം, പ്രാണായാമം, ഇവിടെയൊക്കെ നമ്മൾ യമത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യമം എന്ന് പറഞ്ഞാൽ കൺട്രോളാണ്, നിയന്ത്രണമാണ്. അപ്പൊ ആ നിയന്ത്രണം എങ്ങനെയാണ്? നമ്മൾ പലതും ലോകത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളുണ്ട്. നമ്മളെ ഭരിക്കുന്നവർ, നമ്മുടെ മുകളിൽ അധികാരമുള്ളവർ സമൂഹത്തിന്റെ നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ചില നിയന്ത്രണങ്ങൾ നമ്മുടെ മുകളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ അനുസരിക്കണം. അതനുസരിച്ചില്ലെങ്കിൽ ആ അധികാരിക്ക് നമ്മളെ ദണ്ഡനം ഏൽപ്പിക്കുന്നതിനുള്ള അധികാരം ആ അധികാരിക്കുണ്ട്. ദണ്ഡനം എന്തിനാണ്? അതുകൊണ്ടാണ് ആ ദണ്ഡനം എന്തിനു വേണ്ടിയിട്ടാണ്? അത് ശിക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? എഡ്യൂക്കേഷനാണ്, എഡ്യൂക്കേറ്റീവ്. അധ്യാപകൻ എന്ത് പറയും? നമ്മള് ശിക്ഷകൻ എന്ന് പറയുന്നു. ശിക്ഷകൻ എന്ന് പറയുന്ന സമൂഹത്തിൽ ഇന്ന് വളരെ വികലമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണത്. അധ്യാപകനെ ശിക്ഷിക്കാൻ അധികാരമില്ല എന്ന ആളുകൾ പറയുന്നു. അധ്യാപകൻ ആരാണ്? ശിക്ഷകനാണ്. ശിക്ഷകനെ ശിക്ഷിക്കുവാൻ അധികാരമില്ല. പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ ശിക്ഷകനാക്കി വെച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ ശിക്ഷകന്, ഇനി അങ്ങനെ പറയുകയാണെങ്കിൽ ശിക്ഷകന് ദണ്ഡനത്തിന് അധികാരമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ദണ്ഡനം, നിങ്ങൾ കെയിനൊന്നും ഉപയോഗിക്കരുത്, വടി ഉപയോഗിക്കണ്ട, തല്ലണ്ട കുട്ടികളെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പലയിടത്തും അത് ആവശ്യമാണ്. കോടതിയുടെ വിധികൾ തന്നെ എടുത്തു നോക്കിയാൽ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട് അധ്യാപകന് എന്താകാം? ദണ്ഡനം ആകാം. കാരണം പലപ്പോഴും പല കുട്ടികൾ കാണിക്കുന്ന അപകടകരങ്ങളായിട്ടുള്ള പല പ്രവണതകളും നിയന്ത്രിക്കാൻ തത്കാലത്തേക്ക്, ആ കാലത്തേക്ക് ചെയ്യാവുന്നത് എന്താണ്? ഒരു കെയിൻ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം പലപ്പോഴും വളരെ അപകടകരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾ ചെയ്യാറുണ്ട്, തമ്മിൽ തല്ലാറുണ്ട്, അംഗഭംഗങ്ങൾ വരുത്തിയിട്ടുണ്ട്, മരണത്തിന് വരെ കാരണമായിട്ടും ഉണ്ട്. ആ സമയത്ത് അതിനെ നിയന്ത്രിക്കാൻ ചുമതലയുള്ള അധ്യാപകർ അവിടെ കുട്ടികളുടെ അടുത്ത് വന്നിട്ട്, ഈ കുട്ടികളെ അത് അധർമ്മമാണ്, നിങ്ങൾ മാറി നിൽക്കൂ എന്ന് പറഞ്ഞാൽ കത്തിയെടുത്തവൻ കത്തി കൊണ്ട് കുത്തിയെന്ന് തന്നെ വരും. അവിടെ നല്ലത് എന്താണ്? അവന് ചെറിയൊരു പേടി ഉള്ള വിധത്തിൽ ആ അധ്യാപകന് വേണമെങ്കിൽ തന്നെ എന്താണ്? ദണ്ഡനം ഏൽപ്പിക്കുന്നതിന് അധികാരമുണ്ട് എന്ന ഒരു ബോധ്യം തന്നെയാണ് അവിടെ ഫലവത്താവുക, അല്ലേ? മനഃശാസ്ത്രപരമായിട്ടൊക്കെ കൈകാര്യം ചെയ്യണം, അതൊക്കെ അധ്യാപകർ ചെയ്യുന്നുണ്ട്. അതൊക്കെ എവിടെയാണ്? ആദ്യം അത് അപകടകരമായിട്ടുള്ള പ്രവണതകളെ നിയന്ത്രിച്ചതിന് ശേഷമാണ് അവിടെ ബോധനം ഒക്കെ. കോടതി പോലും
എന്താണ് ചെയ്യുന്നത്? അഥവാ മനഃശാസ്ത്രജ്ഞന്മാരുടെ വിഹാര കേന്ദ്രങ്ങളായിട്ടുള്ള നമ്മുടെ മെന്റൽ ഹോസ്പിറ്റലുകളുണ്ട്. അവിടെ എന്താ ചെയ്യുന്നത്? അവിടെ അവരൊക്കെ ഇത്രയും മനഃശാസ്ത്രജ്ഞന്റെ മൽപ്പാന്മാരായിട്ടുള്ള അവർ മനഃശാസ്ത്രപരമായി കൈകാര്യം ചെയ്തിട്ടാണോ? അല്ല, അടി തന്നെയാണ് അവിടെ എന്താണ് അക്രമങ്ങളെ നിയന്ത്രിക്കാൻ അവര് ചെയ്യുന്നത്. ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് നമ്മുടെ ഭരണകർത്താക്കൾക്ക് അത്രയ്ക്കുള്ള ബോധമേ ഉള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ്. അപ്പോ അവിടെ നിയമിതം, നിശേഷേണ യമിതം, യന്ത്രണം ചെയ്യപ്പെട്ടിരിക്കുന്നത്, കൺട്രോൾഡ് ആണ്. അപ്പോ നിയമത്തെ ഒരു അധികാരി നിയന്ത്രണം കൊണ്ടുവരുമ്പോൾ നമ്മളതിനെ നിയമം എന്ന് പറയും. നമ്മൾ സ്വയം ഏർപ്പെടുത്തുന്ന നിയന്ത്രണമാകുമ്പോൾ നമ്മൾ അതിനെ സംയമം, സംയമനം എന്ന് പറയും. അപ്പോ സംയമിത മനസ്സുകളായിട്ടുള്ളവർ, നിയമിതം, ഇവിടെ നിയമിതം സംയമിതം എന്ന അർത്ഥത്തിൽ തന്നെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോ നിയമിത മനസ്സുകൾ, സം എന്ന് പറയുമ്പോൾ അവിടെ വൃത്തത്തിന് തെറ്റുവരും. അപ്പൊ നിയമിത മനസ്സുകൾ, നിയമിതമായ മനസ്സോടുകൂടിയ ആളുകൾ നിർവിശേഷ ആത്മമുക്തിം പ്രപന്നാഹ. അപ്പോ ആരാണോ മനസ്സിനെ പരിപൂർണമായ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്, those who have brought their mind under absolute control. ഇടയ്ക്കിടയ്ക്ക് വ്യതിചലനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്തുണ്ടാകില്ല? ഈ സാക്ഷാത്കാരം ഉണ്ടാകുന്നില്ല. അപ്പൊ നിയമിതമായ മനസ്സോടുകൂടിയ ആളുകൾ ഈ എറണാകുളത്തപ്പൻ എന്ന അരണിയിൽ ആത്മമുക്തിം പ്രപന്നാഹ, ആത്മമുക്തിയെ പ്രപദിച്ചവരായിത്തീരുന്നു. ആത്മമുക്തിയെ പ്രപദിച്ചവർ, പ്രപദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃഷ്ടമായ രീതിയിൽ പത്, പത് എന്ന് പറഞ്ഞാൽ അർത്ഥം ടു ലേ ഡൗൺ എന്നാണ് അർത്ഥം. വെക്കുക, താഴെ വെക്കുക എന്നാണ് അർത്ഥം. അത് നമ്മൾ പത് എന്നുള്ളതിന്റെ എന്താണ്? പാസ്റ്റ് പാസീവ് പാർട്ടിസിപ്പിൾ ആണ്. എന്ത്? പന്നം എന്നുള്ളത്. പ്രപന്നം, പന്നം എന്ന് പറഞ്ഞാൽ പതിക്കപ്പെട്ടത്, നിലത്ത് ഇടപ്പെട്ടത്, വെക്കപ്പെട്ടത് എന്നൊക്കെ അർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ പാമ്പിനെ എന്ത് പറയുന്നത്? പന്നഗഹ, പന്നമായ അവസ്ഥയിൽ ഗമിക്കുന്നത്. പാമ്പ് എങ്ങനെയാണ് പോകുന്നത്? നിലത്ത് ഇങ്ങനെ ഇട്ടതുപോലെയാണ്. അതിന്റെ ശരീരം എത്ര നീളമുണ്ടോ അത്രയും നീളം നിലത്ത് മുട്ടിയാണ് കിടക്കുന്നത്. ആരും ഇങ്ങനെ മുകളിൽ നിന്ന് ഇട്ടതുപോലെയാണ് പാമ്പിന്റെ കിടപ്പ്. ആ അവസ്ഥയിലാണ് ഇത് ഗമിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? പന്നഗഹ എന്ന് അതിനെ പറയുന്നത്. പന്നഗം. മറ്റ് റെപ്റ്റൈൽസിനെ ഒക്കെ നോക്കുക, അവ എങ്ങനെയാണ് നോക്കുന്നത്? അവ എങ്ങനെയാണ്? ഇപ്പൊ നമ്മുടെ പല്ലിയാണെങ്കിലും ഓന്താണെങ്കിലും അല്ലെങ്കിൽ മുതലയാണെങ്കിലും അവർക്കൊക്കെ കാലുണ്ട്. ആ കാലിലും കൂടെ നിന്നിട്ട് അവർ പോകുന്നു. ഇത് അങ്ങനെയല്ല, പൂർണ്ണമായിട്ടും നിലത്ത് ഇട്ടതുപോലെയാണ് ഇത് ഗമിക്കുന്നത്. അതുകൊണ്ട് അതിനെ പന്നഗം എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ നിർവിശേഷമായിട്ടുള്ള ആത്മമുക്തി, ആത്മമുക്തി എന്ത് ചെയ്യുന്നു? പ്രപതിച്ചവരായിത്തീരുന്നു. ആത്മമുക്തിയിൽ എത്തിയവരായി, അതിലങ്ങ് മുഴുകിയവരായി, പൂർണ്ണമായും മുഴുകിയവരായി തീരുന്നു. എങ്ങനെയുള്ള ആത്മമുക്തിയാണ്? നിർവിശേഷ ആത്മമുക്തി. ആത്മമുക്തിയിൽ നിന്ന് നിർവിശേഷമായിട്ടുള്ളതാണ് അവിടെ എന്തായിരിക്കുന്നത്? ആ സാക്ഷാത്കാരം, ഏകത്വം, ഒന്നായിത്തീരുന്നു. ആത്മമുക്തി എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ മോചനമാണ്, പൂർണ്ണമായും മോചനമാണ്. ആ മോചനം എന്താണ്? അത് നിർവൃതിയും ആണ്. നിർവൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആവൃതി എന്ന പദത്തിന്റെ വിപരീതമാണ് നിർവൃതി എന്ന് പറയുന്നത്. ആവൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണമായും ആവരണം ചെയ്തിരിക്കുന്നതാണ് ആവൃതികൾ. നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിക്കൊക്കെ ആവൃതി കെട്ടാറുണ്ട്, ആവരണങ്ങൾ, അല്ലേ? അതിന്റെ ചുറ്റുപാട് വേലിയൊക്കെ കെട്ടാറുണ്ട്. ഇതുപോലെ നമുക്കൊരാവൃതിയുണ്ട്. എന്താണത്? നമ്മിലുള്ളതായ ആ ജീവാത്മ ചൈതന്യത്തിന് ഒരാവൃതിയുണ്ട്. അതെന്താണ്? നമ്മുടെ മാനുഷികമായ ആ പരിമിതി തന്നെയാണ്. നമ്മൾ മനുഷ്യന്മാരാണ്, ഒരു ശരീരത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ, അല്ലെ? നമ്മുടെ ഒരു സൂക്ഷ്മ ശരീരം അതെന്തിലാണ്? അത് ഈ സ്ഥൂലമായ ശരീരത്തിൽ തന്നെയാണ് അത് ഉൾപ്പെട്ടിരിക്കുന്നത്. അത് അതിൻ്റെ
എന്താണ് അതിൻ്റെ പരിമിതിയാണ്, ആ ആവൃത്തിയിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. ഇനി അതിൽ നിന്നും ഭിന്നമായി നമ്മൾ നിർവൃതിയിലേക്ക് വരുന്നത് എപ്പോഴാണ്? പൂർണ്ണമായും നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് ലൗകികമായിട്ടുള്ള സമസ്ത വ്യാപാരങ്ങളിൽ നിന്നും പൂർണ്ണമായും അതിനെ നിയന്ത്രിച്ച് ധ്യേയമായിട്ടുള്ള ആ ചൈതന്യത്തിൽ മനസ്സിനെ ഉറപ്പിക്കുമ്പോൾ എന്താണ്? നമ്മൾ സ്വപ്നാവസ്ഥയും കഴിഞ്ഞ് നിദ്രയും കഴിഞ്ഞ് സുഷുപ്തി തുരീയമായ അവസ്ഥയിൽ എത്തുമ്പോൾ എപ്രകാരമാണോ നമ്മുടെ ജീവാത്മാവ് പരമാത്മാവിൽ പരമാത്മാ സ്വരൂപത്തെ അനുഭവിക്കുന്നത്, അതേപോലെ പൂർണ്ണമായും മനസ്സിനെ നിയന്ത്രിക്കുന്ന ആൾ എന്ത് ചെയ്യുന്നു? ഈ ചൈതന്യത്തെ സാക്ഷാത്കരിക്കുന്നു. എന്തുപോലെ? ജീവാത്മാവ് പരമാത്മ സ്വരൂപത്തെ അനുഭവിക്കുന്നത് പോലെ. അതെവിടെയാണ്? നമ്മുടെ ഗാഠനിദ്രയും പോരാ, അതിനും അപ്പുറമുള്ള തുരീയമായ, തുരീയം എന്ന് പറഞ്ഞാല് ചതുർത്ഥമായ അവസ്ഥയിൽ എത്തുമ്പോഴാണ് അത് ഉണ്ടാകുന്നത്. അത് നമ്മുടെ ജാഗ്രത അവസ്ഥയിൽ എങ്ങനെ അത് ഉണ്ടാക്കാൻ കഴിയും? പൂർണ്ണമായും നിയമിത മനസ്സുകളായിരിക്കുമ്പോൾ, സംയത ചിത്തരായിരിക്കുമ്പോൾ ആ അനുഭൂതി നമുക്ക് ഉണ്ടാകും. അപ്പോൾ ആ അനുഭൂതിയാണ് എങ്ങനെ നിയന്ത്രിത മനസ്സുകളായി ആളുകൾ അനുഭവിക്കുന്നത്. അപ്പൊ അത് എന്തിൽ നിന്ന്? നിർവിശേഷമാണ്. വിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യത്യാസമാണ് അല്ലെ? സാമാന്യവും വിശേഷവും. വിശേഷം അല്ലെ? വ്യത്യസ്തമായിരിക്കുന്നതിനാണ് നമ്മൾ വിശേഷം. നിങ്ങൾക്ക് എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ, സാധാരണ നമ്മൾ എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ, വിശേഷസ്തു ആവസ്ഥികി സ്ഥിതി. ഓരോ സമയത്തെയും നമ്മുടെ സ്ഥിതിയാണ് വിശേഷം എന്ന് പറയുന്നത്. അതിനെ വിശേഷം, അത് ആ അർത്ഥത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ എന്താ വിശേഷം എന്ന് ചോദിക്കുന്നത്. അതായത് മുമ്പ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ എന്താണ് ഉള്ളത്, ഇതാണ് നമ്മൾ എന്താ വിശേഷം എന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥം. കേൾക്കുന്ന ആള് പറയും എന്താണ്? ചിലടത്ത് പറയും എന്നാ വിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ആള് പൊതുവിൽ ആളൊരു എന്താണ് അസംതൃപ്തനാണ്. എന്നാ വിശേഷം എന്നൊരു ചോദ്യം ചിലപ്പോൾ കേൾക്കാം. അല്ലാതെ ആണെങ്കിൽ നമ്മൾ കുറച്ച് വടക്കോട്ട് പോയാൽ കേൾക്കാം നല്ല വിശേഷമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആള് പൊതുവിൽ എന്താണ് സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഒരാളാണ്. നല്ല വിശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ ഈ സ്ഥിതി നമുക്ക് സ്പൃഹണീയമായ ഒന്ന് തന്നെയാണ് എന്നർത്ഥമാണ് പൊതുവിൽ പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് വിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യത്യാസം എന്നാണ് ശരിക്ക് അർത്ഥം. സാമാന്യമായിട്ടുള്ളതും അതിൽ നിന്ന് വ്യത്യസ്തമായി ഇരിക്കുന്നതും ആയിട്ടുള്ളത് എന്ന് അർത്ഥമാണ്. അപ്പൊ ഇവിടെ നിർവിശേഷം, വ്യത്യാസമില്ലാത്ത എന്തിനെയാണ്? ആത്മമുക്തി. ആത്മമുക്തിയിൽ നിന്ന് വ്യത്യാസമില്ലാത്ത ഒരവസ്ഥയാണ് ഇങ്ങനെ മനസ്സിനെ പരിപൂർണമായ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അതിനെ ഈ ചൈതന്യത്തിൽ വിന്യസിക്കുമ്പോൾ, അതിനെ ആവേശിക്കുമ്പോൾ ഉണ്ടാകും. രണ്ടും എന്താണ്? ഒന്ന് തന്നെയാണ്. അവിടെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നിർവൃതി. നമ്മുടെ മാനുഷികമായ ആ ആവൃതിയെ നമ്മൾ ഇല്ലാതെയാക്കി. അതാണ് നമ്മൾ നിർവൃതി എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ചെറിയൊരു സന്തോഷം ഉണ്ടായാലും നിർവൃതിയായി എന്ന് ചിലപ്പോൾ പറയാറുണ്ട്. അവിടെ നിർവൃതിയൊന്നുമില്ല. നിർവൃതി എവിടെയാണ്? ഈ പറഞ്ഞ പ്രകാരത്തിലുള്ള ബ്രഹ്മാസ്വാദത്തിന് സദൃശമായ അഥവാ ബ്രഹ്മാസ്വാദം തന്നെ ആകുന്ന അനുഭൂതി ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ നിർവൃതി എന്ന് പറയുന്നത്. ആ നിർവൃതിയിൽ എന്തില്ല? ഈശ്വരനും ഭക്തനും രണ്ടല്ല, കേവലം ഒന്നേയുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് പറയും? കൈവല്യം, കേവലം ആയിരിക്കുന്ന അവസ്ഥ. അപ്പൊ അതാണ് നിർവൃതി, കൈവല്യം. ഈ പദങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥവ്യാപ്തിയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അങ്ങനെ ഇതിൽ മനസ്സിനെ ഈ എറണാകുളത്തപ്പൻ എന്ന ഈ അരണിയിൽ മനസ്സിനെ പൂർണ്ണമായും നിയന്ത്രിച്ച് നിർത്തുന്ന ആൾ എന്ത് ചെയ്യുന്നു? ആത്മ
മുക്തി, ആത്മാവിന്റെ മോക്ഷത്തിൽ നിന്ന്, മോക്ഷം കൊണ്ടുണ്ടാകുന്ന അനുഭൂതിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത ബ്രഹ്മാസ്വാദം അനുഭവിക്കുന്നു, ഒന്നായിത്തീരുന്നു. അങ്ങനെ ആത്മമുക്തിയെ പ്രാപിച്ചവരായി തീരുന്നു. പ്രപന്നഹ, പ്രപന്നം. അതിന് പല പല ഉപസർഗങ്ങൾ മാറ്റി നമ്മൾ പ്രയോഗിക്കാറ് ഉണ്ട് അല്ലെ. പ്രപന്നം, സമ്പന്നം. നമുക്ക് സന്തോഷകരമായ രീതിയിൽ വന്നു ചേർന്ന ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? സമ്പന്നം അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ വന്നു ചേർന്ന ഒന്നാണെങ്കിൽ നമ്മൾ എന്ത് പറയും? വിപന്നം, വിപത്തിൽപ്പെട്ടത് അല്ലെ. സമ്പന്നം, വിപന്നം. പിന്നെ നമ്മൾ കുറെ അസംസ്കൃത വസ്തുക്കളൊക്കെ ഇട്ട് അതിനെ സംസ്കൃതമാക്കി എടുത്ത് മുകളിലേക്ക് വയ്ക്കുമ്പോൾ ഉത്പന്നം അല്ലെ. അതിന്റെ അച്ചിലിനെ എടുത്ത് പുറത്തേക്ക് വെക്കുക, അതാണ് മുകളിലേക്ക് എടുത്ത് വെക്കുക. എല്ലാം ശരിയാക്കി കഴിഞ്ഞു, എടുത്ത് മുകളിലേക്ക് വെക്കുമ്പോൾ എന്തായി തീർന്നു? അത് ഉത്പന്നമാണ് അല്ലെ. അടുക്കളയിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അതെടുത്ത് മേശപ്പുറത്തേക്ക് വെക്കുമ്പോൾ അതൊരു ഉത്പന്നം തന്നെയാണ് അവിടെ. അപ്പോ പന്നം എന്നതിനെ നമ്മൾ പല പല ഉപസർഗങ്ങൾ പ്രയോഗിച്ച് നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ അവസ്ഥയെ പ്രാപിച്ചവരായി തീരുന്നു ആര്? ഭക്തജനങ്ങൾ. സാക്ഷാത് കൈവല്യം അഥവാ മുക്തിയെ പ്രാപിക്കുന്ന ആ അവസ്ഥയിലേക്കായി തീരുകയാണ്. ഇനി അത് ഒരു വിശേഷണം. അതായത് ഈ ചൈതന്യത്തെ, ഈ എറണാകുളത്തപ്പനെ എന്താണ്? സംയത ചിത്തരായി, പൂർണ്ണമായും സംയത ചിത്തരായി ധ്യാനിക്കുന്ന ഭക്തജന ഹൃദയം എന്ത് ചെയ്യുന്നു? മുക്തിയിൽ നിന്ന് നിർവിശേഷമായ അനുഭൂതിയെ, ആനന്ദാനുഭൂതി അവർക്കുണ്ടാകുന്നു, അവരതിനെ അനുഭവിക്കുന്നു. ഇനി അതാണ് ഒരു വിശേഷം. ഇനി മറ്റൊരു വിശേഷണം എന്താണ്? സകലഹരഹ മൃത്യുഹു, സകലഹരനായ മൃത്യു ഇവിടെ എങ്ങനെയാണ് വർത്തിക്കുന്നത്? നമുക്കിവിടെ എന്ത് ചെയ്യാം? ഈ ബ്രഹ്മാസ്വാദം നമുക്ക് ലഭിക്കുന്നു. പരബ്രഹ്മത്തിൽ വിലീനമാകുന്ന അവസ്ഥയെ നമുക്ക് പ്രാപിക്കാൻ കഴിയും. ഇനി സകലഹരഹ മൃത്യുഹു, മനുഷ്യൻ എപ്പോഴും ഭയം എന്തിനാണ്? മൃത്യുവിനെയാണ് മനുഷ്യൻ ഭയപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നത്. മുക്തിക്കൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും എന്താണ്? മൃത്യുവിനെ ആളുകൾക്ക് ഭയമാണ്. അപ്പോ സകലഹരഹ, മൃത്യു എങ്ങനെ ഹരിക്കും? സകലം ഹരിക്കും. മൃത്യു ഹരിച്ചാൽ പിന്നെ എന്തില്ല? പിന്നെ ഒന്നും ശേഷിക്കില്ല. സകലം, സകലം എന്ന് പറഞ്ഞാൽ എന്താണ്? കലയോടുകൂടി, എല്ലാ കലകളോടും കൂടി അല്ലെ. ഒരാളെ ഹരിക്കുമ്പോൾ അയാളുടെ ഒരു കലയും അവശേഷിക്കാത്ത വിധത്തിൽ പൂർണ്ണമായും മൃത്യു ഹരിക്കും, അപഹരിക്കും. അതാണ് സകലഹരഹ. മൃത്യു ഹരിച്ചാൽ പിന്നെ എന്താവില്ല? ഒന്നും ശേഷിക്കില്ല. ശേഷിച്ചാൽ പിന്നെ എന്ത് പറയും? അത് വികലഹരമാണ്, വികലമാണ് ആ ഹരൻ. വികലം എന്ന് പറഞ്ഞാൽ എന്താണ്? വിഗതമായ കലയോട് കൂടിയത്. ചില കലകൾ നഷ്ടപ്പെട്ടതിനെയാണ് എന്ത് പറയുക? വികലം എന്ന് പറയുക. അതുകൊണ്ടാണ് നമ്മൾ പൂർണ്ണതയില്ലാത്തതിന് എന്ത് പറയാറുണ്ട്? നമ്മള് വൈകല്യം. ചില വൈകല്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ചില വികലതകളുണ്ട് എന്ന് പറഞ്ഞാൽ സാകല്യമില്ല, പൂർണ്ണതയില്ല, ചില കുറവുകളുണ്ട്. ഏതാണ് വികലം എന്ന വാക്കിന്റെ അർത്ഥം? പണ്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നു ഒരു പദം, എന്താണ്? വികലാംഗർ എന്ന് പറഞ്ഞു. വികലമായ അംഗങ്ങളോട് കൂടിയവർ. അംഗങ്ങൾക്ക് സാകല്യമില്ല, വൈകല്യമുണ്ട്. അംഗങ്ങൾക്ക് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യോ പ്ലീസ്? എല്ലാവരും മ്യൂട്ട് ചെയ്യോ? അപ്പോൾ അംഗങ്ങൾക്ക് എന്താണ്? വികലതയുണ്ട്, പൂർണ്ണ സാകല്യം ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഇത് പറയുന്നത് വികലങ്ങളായ അംഗങ്ങളോട് കൂടിയവർ എന്ന് പറയുന്നത്. പൂർണ്ണതയില്ല, എത്ര മാത്രമേ അതിന് അർത്ഥമുള്ളൂ? ചില കുറവുകൾ ഉണ്ട് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഈ ഇടയ്ക്ക് നമ്മളതൊക്കെ മാറ്റി പരിഷ്കരിച്ചിട്ട് അംഗപരിമിതർ എന്നാക്കി. ശരിക്കും പറഞ്ഞാൽ ഒരു അപകടകരമായ പ്രയോഗമാണ് അത്. അംഗങ്ങളിൽ പരിമിതരായവർ, അംഗപരിമിതർ എന്നർത്ഥം. ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ആളുകൾ പറയാറുണ്ട്, എന്താണ്? അങ്കുലി പരിമിതമായ ടിക്കറ്റുകൾ മാത്രം,
അങ്കുലി പരിമിതമായ ടിക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അങ്കുലികളിൽ പരിമിതം. അങ്കുലികൾ നമുക്ക് 10 അങ്കുലികളുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 10 ടിക്കറ്റേ ഉള്ളൂ, അതിനപ്പുറമില്ല. ഇതാണ് ശരിക്കും അതിന്റെ അർത്ഥം, അങ്കുലി പരിമിതമായ ടിക്കറ്റുകൾ. അപ്പൊ അംഗപരിമിതർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അംഗങ്ങളിൽ പരിമിതരായവർ എന്നാണ് ശരിക്കും അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അവർക്ക് അംഗങ്ങളെ ഉള്ളൂ, അതിലപ്പുറം ഒന്നുമില്ല. ആ കാണുന്ന അവയവങ്ങൾ മാത്രമേ അവർക്കുള്ളൂ. അവർക്ക് വിചാര വികാരങ്ങളോ ഹൃദയമോ ആത്മാവോ ഒന്നുമില്ല എന്നുള്ള വളരെ അശുഭമായിട്ടുള്ള ഒരർത്ഥമാണ് വാസ്തവത്തിൽ അങ്കുലി പരിമിതർ എന്ന് അവരെ, അംഗപരിമിതർ എന്ന് അവരെ പറയുമ്പോൾ അതിലുണ്ടാകുന്നത്. പലർക്കും ഒരു വികലമായ ചിന്തയാണ്. എന്താണ് ചിന്ത? വികലാംഗൻ എന്ന് പറയുമ്പോൾ അത് അധിക്ഷേപിക്കുകയാണെന്നൊരു ചിന്ത. അപ്പൊ അതുകൊണ്ട് എന്താണ്, അതിലപ്പുറത്തേക്ക് കൊണ്ടുപോയതാണ് എന്തായി? നിന്റെ ഈ കാണുന്ന അവയവങ്ങൾ മാത്രമാണ് നീ എന്തല്ല, അതിലപ്പുറമുള്ള ഒന്നുമല്ല. നിനക്ക് ഹൃദയവും ഇല്ല, വിചാര വികാരങ്ങളും ഇല്ല, ഒന്നും നിനക്കില്ല എന്നുള്ള വലിയൊരു നിഷേധമാണ് വാസ്തവത്തിൽ അവരെ അങ്ങനെ വിശേഷിപ്പിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നത്. പോട്ടെ, ഇനിയിപ്പോ എന്തോ ആകട്ടെ, അതിന്റെ അർത്ഥം അതിനെങ്ങനെ ഏതെങ്കിലും വിധത്തിൽ വ്യാഖ്യാനിച്ചു കൊണ്ടുവരുവാന്നൊക്കെ വേണമെങ്കിൽ ചിന്തിച്ചുകൊള്ളട്ടെ. എന്തിനാണിത്? നമ്മളെക്കാളും ചിന്താശേഷിയുള്ള ആളുകളാണ് ഈ പദങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അവര് പറഞ്ഞു തന്നിട്ടുള്ളതില് എന്താണ്, അവർ ചിന്തിച്ച ആ നിലവാരത്തിലേക്ക് എത്താൻ കഴിയാത്ത നമ്മൾ അവരെ തിരുത്താൻ പോകുന്നത് എത്ര അപകടകരമാകും എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. അതിരിക്കട്ടെ. അപ്പോ സകലം, കലയോടെ, എല്ലാ അംഗങ്ങളോടെയും പൂർണ്ണമായും ഹരിക്കുന്നതായ ആ മൃത്യു മരണം, അതായത് ഭൂമിയിൽ എന്തെന്നെ ഒക്കെ ഉണ്ടോ അതെല്ലാം എന്ത് ചെയ്യും? മരണം ഹരിക്കും, അല്ലെ? ഉത്പന്നമായത് നശിക്കും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സകലഹരനായ അഗ്നി യദ്ദാഹഭീത്യ, യാതൊരുവനിൽ നിന്നുള്ള ദാഹഭീതിയോടെ, ദാഹഭീതി, ദാഹത്തിലുള്ള ഭീതി. ദാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ദഹിപ്പിക്കലാണ്. നമ്മൾ പലപ്പോഴും ദാഹം തോന്നാറുണ്ട്, അല്ലെ? ദഹിപ്പിക്കുന്ന അഗ്നി നമ്മളെ ദഹിപ്പിക്കുന്ന അവസ്ഥ. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? വെള്ളം കുടിക്കുക. അഗ്നിയെ ശമിപ്പിക്കാനായി നമ്മൾ വെള്ളം കുടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ദാഹം എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കലാണ്. യാതൊരു ദേവനിൽ നിന്നുള്ള ദാഹഭീതി കൊണ്ടാണോ, മൃത്യുവിന് ദാഹഭീതിയാണ് ഉള്ളത് ഈ ദേവനിൽ നിന്ന്. ഈ ദേവൻ നമ്മളെ ദഹിപ്പിച്ച് കളയുമോ എന്ന ഭീതിയോടെ, കാരണം ഈ ദേവനെ പേടിയുണ്ട് മൃത്യുവിന്, അല്ലേ? എവിടെയാണ് മൃത്യുവിനെ, ഈ ദേവനെ പേടിയുള്ളത്? നമ്മുടെ മാർക്കണ്ഡേയന്റെ ചരിത്രത്തിൽ നമ്മളത് പഠിക്കുന്നുണ്ട്, മാർക്കണ്ഡേയന്റെ കഥയിൽ, അല്ലെ? മാർക്കണ്ഡേയനോട് എന്താണ്, നീ എപ്പോഴാണ്, നീ 16 വയസ്സ് വരെ നിനക്ക് ആയുസുള്ളൂ. അപ്പോ മാർക്കണ്ഡേയൻ എന്ത് ചെയ്തു? മാർക്കണ്ഡേയൻ പോയി ഇത് മനസ്സിലാക്കിയ ആ ദേവനെ, ശിവഭഗവാനെ ശരണം പ്രാപിച്ചു. മൃത്യുദേവന് ഉള്ള അസൈൻമെന്റ് അനുസരിച്ചിട്ട്, നിയോഗം അനുസരിച്ചിട്ട് കൃത്യസമയത്ത് വന്നെങ്കിലും എന്ത് ചെയ്തു? മൃത്യുദേവനെ അവിടെ നിന്ന് ദൂരീകരിച്ചു, എറിഞ്ഞു കളഞ്ഞ ദൂരത്തേക്ക് പോകൂ നീ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ദേവൻ കാമദേവനെയും ദഹിപ്പിച്ച ദേവനാണ്. അപ്പോ പോയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ദേവൻ മാർക്കണ്ഡേയന്റെ അടുത്ത് എന്താണ്, നമ്മളെ എടുത്ത് എറിയാണ് ചെയ്തത്, അല്ലെ? ദൂരീകരിക്കുകയാണ്, ദൂരം ചിക്ഷേപ, വളരെ ദൂരത്തേക്ക് എറിഞ്ഞു കളഞ്ഞു. അതുകൊണ്ട് ഉപദ്രവം തീർന്നില്ലെങ്കിൽ ആ ദേവൻ എന്ത് ചെയ്യും? നശിപ്പിക്കുക തന്നെ ചെയ്യും, അല്ലെ? ചിലപ്പോൾ നശിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ രാമായണം നമ്മൾ വായിക്കുമ്പോൾ അതാണ് നമുക്ക് മനസ്സിലാകുന്നത്, അല്ലെ? താടകയെ നിഗ്രഹിച്ചപ്പോ പുത്രനായിട്ടുള്ള മാരീചനെ എന്ത് ചെയ്തു? ദൂരത്തേക്ക് തെറിപ്പിച്ച് കളയാണ് ചെയ്തത്, അല്ലെ? അവിടെ ദഹിപ്പിച്ച് കളഞ്ഞില്ല, കൊന്നു കളഞ്ഞില്ല. അതുകൊണ്ട് എന്തായി തീർന്നു? സീതാദേവിയെ അപഹരിക്കാൻ നേരത്ത് മാരീചനെ ഉപയോഗിക്കാൻ നമ്മുടെ രാവണനെ സാധിച്ചു, അല്ലെ? രാവണൻ ആ മാരീചനാണല്ലോ മാനിന്റെ രൂപത്തിലേക്ക് അയക്കുന്നത്. പക്ഷെ മാരീചൻ അവിടെ മര്യാദക്കാരനാണ്. മാരീചൻ പറഞ്ഞു രാവണനോട്, വേണ്ട, ആ ദേവന്റെ അടുത്ത് നമ്മൾ ഇതൊന്നും കാണിക്കാൻ പോകണ്ടെന്ന് മാരീചന് പറയാനുള്ളതൊക്കെ മാരീചൻ പറയുണ്ടായി. രാവണൻ കൊല്ലുമെന്ന് വന്നപ്പോ ശരി, രാവണന്റെ കൈകൊണ്ട് കൊല്ലപ്പെടുന്നതിനേക്കാൾ നല്ലത് ദേവന്റെ കൈകൊണ്ട് കൊല്ലപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു രൂപമെടുക്കാൻ മാരീചൻ സമ്മതിച്ചത്. അതിരിക്കട്ടെ. അപ്പോ ദാഹഭീതിയുണ്ട്. ദാഹഭീതിയോടെ, ഏതൊരു ദേവനിൽ നിന്നുള്ള ദഹനഭീതിയോടെയാണോ, ദാഹഭീതിയോടെയാണോ, എന്താണ്? ദാഹഭീത്യാ ഹി, ദാഹഭീതി കൊണ്ട് തന്നെ
ഇവ എന്നതുപോലെ ദഹിപ്പിച്ചു കളയും. മുൻപ് തന്നെ തട്ടിത്തെറിപ്പിച്ചല്ലോ എന്നുള്ള ഭീതി അല്ല ഇപ്പോഴും. എന്താണ്? ദഹിപ്പിച്ച് തന്നെ കളയുമോ എന്ന ഭീതി കൊണ്ട് എന്നതുപോലെ മൃത്യുദേവനും ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ദൂരം പാലിക്കുന്നു. ദൂരം പാലിക്കുക മാത്രമല്ല, ഒരു ബോധം ആ മൃത്യുദേവന്റെ മനസ്സിൽ ഉണ്ട്. ആ ബോധം എന്താണ്? അത് മാർക്കണ്ഡേയന്റെ ചരിതത്തിൽ, മാർക്കണ്ഡേയന്റെ സമീപത്ത് താൻ ചെന്നപ്പോൾ തനിക്ക് കിട്ടിയ പാഠമാണ് ആ ദേവന്റെ മനസ്സിൽ അപ്പോഴും ഉള്ളത്. അപ്പൊ അവിടെ നല്ല ശിക്ഷണം കിട്ടിയിരിക്കുന്നു. അതെന്താണിത്? പഞ്ചമഹ ഇവ, പഞ്ചമഹ ഇതി ധാവതി. മൃത്യുദേവൻ പഞ്ചമഹ ഇതി ധാവതി, താൻ പഞ്ചമനാണ്. പഞ്ചമഹ അഞ്ചാമത്തേത്, താൻ അഞ്ചാമത്തെ അവസ്ഥയാണ് ജീവികൾക്ക് എന്നുള്ള ബോധം മൃത്യുദേവന്റെ മനസ്സിൽ ഒരിക്കലും വിട്ടുമാറാത്ത വിധം അവിടെ ഉണ്ടായി. എന്താണ് പഞ്ചമഹ എന്ന് പറഞ്ഞാൽ? ശൈശവം, പിന്നെന്താണ്? ശൈശവം, കൗമാരം, യൗവനം, വാർദ്ധക്യം, 4 അവസ്ഥകളുണ്ട്. ഈ 4 അവസ്ഥയും കഴിഞ്ഞിട്ടാണ് എന്ത്? മൃത്യുഹു, അഞ്ചാമത്തെ അവസ്ഥ. അതുകൊണ്ടാണ് പഞ്ചത്വം ഗമിക്കുക എന്ന് മരണത്തെ പറയുന്നത്. അഞ്ചാമത്തെ അവസ്ഥയെ പ്രാപിക്കുക. ഇതിന് ചിലർ വേറെ ഒരു വ്യാഖ്യാനം കൊടുക്കാറുണ്ട്. അതെന്താണ്? പഞ്ചമഹാഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ശരീരം പഞ്ചമഹാഭൂതങ്ങളിലേക്ക് തന്നെ മടങ്ങുക, അതിലേക്ക് തന്നെ പോവുക, ഓരോന്നും ഓരോന്നിലേക്ക് പോവുക. തേജോമയമായിട്ടുള്ള അംശം തേജസ്സിൽ തന്നെ ഗമിക്കുക, വിലയം പ്രാപിക്കുക. സൂര്യം ചക്ഷുർഗച്ഛതു വാദമാത്മാ, പിന്നെന്താണ്? വായുവിന്റെ അംശങ്ങൾ വായുവിലേക്ക് ലയിക്കട്ടെ, പാർത്ഥിവാംശങ്ങൾ പൃഥ്വിയോട് ചേരട്ടെ. പൃഥ്വി ഗന്ധവതി, അതുകൊണ്ടാണ് ശരീരം എന്താണ് മരിച്ചു കഴിഞ്ഞാൽ എന്ത് വരുന്നുണ്ട്? ഗന്ധം അതിൽ നിന്ന് നിർഗമിക്കും. കാരണം എന്താണ്? ആ പാർത്ഥിവ അംശം വളരെ കൂടുതൽ ശരീരത്തിലുണ്ട്. അത് പൃഥ്വിയിലേക്ക് മടങ്ങുമ്പോൾ പൃഥ്വിയുടെ ഗുണം എന്താണ്? ഗന്ധവതി പൃഥ്വി. അപ്പൊ ആ പാർത്ഥിവാംശം പൃഥ്വിയിലേക്ക് പോകും. ജലാംശം ജലമായി തീരും, അല്ലെ? ശരീരം അഴുകുമ്പോ എന്തുണ്ടാകും? വെള്ളമുണ്ടാകും, ചൂടുണ്ടാകും, ഗന്ധമുണ്ടാകും. ഇതൊക്കെ എന്തിനെ കാണിക്കുന്നതാണ്? ഇതൊക്കെ അതത് ഭൗതിക അംശത്തെ, ഭൂതങ്ങളുടെ അംശത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോ അങ്ങനെ പഞ്ചമഹാഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ശരീരം എന്ത് ചെയ്യുന്നു? ഡീകമ്പോസ് ചെയ്യുന്നു, വിശരണം പ്രാപിക്കുന്നു. വിശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ലയിക്കുക, ശരണം. വിശരണം പ്രാപിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ശരീരം എന്ന് പറയുന്നത്. ശീര്യതേ, വിശരണം പ്രാപിക്കുന്ന ശരീരം. അപ്പൊ അത് ഉറപ്പാ. ശരീരം എന്ന പദം നമ്മൾ പറയുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ആസ്തിക്യ ബുദ്ധിയിലേക്കാണ് വരുന്നത്. എങ്ങനെയാണ് അതിൽ ആസ്തിക്യ ബുദ്ധി വരുന്നത്? എന്തുകൊണ്ടാണ് ഇതിനെ ശരീരം എന്ന് പറയുന്നത്? ഇത് വിശരണം പ്രാപിക്കുന്നതാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? അപ്പൊ അങ്ങനെ പറയുമ്പോ എന്താണ്? അതിൽ വിശരണം പ്രാപിക്കാത്ത ഒരു ചൈതന്യം ഇതിലുണ്ട്. ആ ചൈതന്യം വിശരണം പ്രാപിക്കില്ല. ഈ കാണുന്ന ശരീരം മാത്രമേ വിശരണം പ്രാപിക്കുള്ളൂ. അപ്പൊ അതാണ് ഏകസംബന്ധി ജ്ഞാനം, അപരസംബന്ധി ജ്ഞാപകം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഏകസംബന്ധി ജ്ഞാനം, അപരസംബന്ധി ജ്ഞാപകം. ഒന്നിനെ കുറിച്ചുള്ള അറിവ് മറ്റൊന്നിനെ കുറിച്ചുള്ള അറിയിപ്പാണ്. അപ്പൊ നമ്മള് എന്താണ്? നമ്മൾ ഇപ്പൊ പറയാണ് ഈ മാങ്ങയ്ക്ക് പുളിയുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പുളിയില്ലാത്ത മാങ്ങയുണ്ടെന്നാണ് അതിന്റെ അർത്ഥം, അല്ലെ? അല്ലെങ്കിൽ ഈ മാങ്ങയ്ക്ക് പുളിയുണ്ടെന്ന് പറയണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ അതിന് ഇങ്ങനെ അർത്ഥമുണ്ട്. ഈ മാങ്ങയ്ക്ക് പുളിയുണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം പുളിയില്ലാത്ത മാങ്ങയും ഇതിലുണ്ട് എന്നാണ്. അതുപോലെ ഈ കാണുന്നത് വിശരണം സംഭവിക്കുന്നതാണ്. ഈ ഗാത്രം, അതും ഗമനശീലമുള്ളത് കൊണ്ടാണ്. ഗാത്രം ഗമിക്കുന്നതാണ്, ദഹിപ്പിക്കപ്പെടുന്നതാണ്. കായമാണ്, കായം കുത്സിതമായ അയത്തോട് കൂടിയത്. അയം പോക്ക്, നമ്മൾ പറഞ്ഞിട്ടുള്ള പദമാണ്, അല്ലെ? അയം, അയഹ എന്ന് പറഞ്ഞാൽ പോക്ക് എന്നാണ് അർത്ഥം. അയം സമയഹ, എപ്പോഴും പോയിക്കൊണ്ടേയിരിക്കുന്നതാണ് സമയം. നമ്മൾ ജസ്റ്റ് ഇടയ്ക്ക് 1 മിനിറ്റ് കേട്ടോ എന്ന് പറഞ്ഞാലും സമയം പോയിക്കൊണ്ടിരിക്കും. 1 മിനിറ്റ് കേൾക്കുന്ന ആള് ക്ഷമിക്കുന്നു മാത്രമേ ഉള്ളൂ, അല്ലെ? സമയഹ, സമ്യക് അയഹ, എപ്പോഴും പോയിക്കൊണ്ടേയിരിക്കുന്നതാണ്
കാലം. അതുകൊണ്ടാണ് നമ്മൾ അതിനെന്ത് പറയുന്നത്, സമയഹ എന്ന് പറയുന്നത്. പിന്നെ ഉദയഹ അസ്തമയഹ ഒക്കെ നമ്മൾ പറയാറുണ്ട്. ഉദയഹ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, ഉത്ത് അയഹ, ഉയർന്നിട്ടുള്ള പോക്ക്. സൂര്യൻ ഉയർന്നു പോകുന്നതിനെയാണ് ഉദയഹ എന്ന് പറയുക. അപ്പൊ തന്നെ എന്താണ്, അത് അസിക്കുന്ന അവസ്ഥയിൽ, അസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇരിക്കുക, താഴ്ന്നു പോവുക. അസ്തം, അസിക്കുന്ന അവസ്ഥയിലേക്കുള്ള പോക്കാണ് അസ്തം അയഹ. അസ്തമയം ആണ്, എന്തല്ല, അസ്തമനം അല്ല. നമ്മൾ പലപ്പോഴും പറയാറ് അസ്തമന പൂജ എന്നാണ്. അസ്തം അനമല്ല, പിന്നെ എന്താണ്, അസ്തം അയഹ, അസ്തത്തിലേക്കുള്ള പോക്കാണ്, അല്ലെ? സൂര്യൻ താണു പോവുക, അല്ലെ? താഴുക എന്നല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു വാക്കുണ്ട്, പടിയുക എന്ന്, അല്ലെ? പടിയുക. ആനയെ കുളിപ്പിക്കുമ്പോ പാപ്പാൻ പറയും, അതിനെ കുറെയൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് തലയിലേക്ക് കൈയെത്താണ്ടാവുമ്പോ ആശാൻ പറയും, പാപ്പാൻ പറയും, അവിടെ പടിയാനെ. പടിയാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അവിടെ താഴുക. ആന ഒറ്റ താഴിൽ അങ്ങോട്ട് താഴും, കുളത്തിലെ വെള്ളം താണ്ട് റോഡിലെത്തിയിട്ടുണ്ടാവും. അപ്പൊ എന്താണ് പടിയാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, താഴുക എന്നാണ് അർത്ഥം. അപ്പോ സൂര്യന് നമ്മൾ പറയുന്ന ഒരു പര്യായമുണ്ട്, ഞായർ, ഞായറാഴ്ച, സൺഡേ, ഞായറാഴ്ചയാണ്. അപ്പോ ഞായർ പടിയുന്ന ഇടമാണ് പടുഞായർ. ഞായർ പടിയുന്ന സ്ഥലം പറഞ്ഞു എന്തായിത്തീർന്നു, പടിഞ്ഞാറായി നമുക്ക്. അപ്പൊ പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ ഞായർ പടിയുന്ന സ്ഥലമാണ്, സൂര്യൻ താഴുന്ന സ്ഥലമാണ് പടിഞ്ഞാറ് എന്ന് നമ്മൾ പറയുന്നത്. ഇരിക്കട്ടെ, നമ്മൾ ഈ പദങ്ങളെ കുറിച്ച് കൂടുതൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇവിടെ ഈ രാവിലെ തന്നെ കേൾക്കുന്ന ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കേൾക്കുന്ന ഒരു തർജ്ജമയുണ്ടല്ലോ. ഇപ്പൊ ഭഗവത്ഗീത നമ്മളിപ്പോ കേൾക്കുന്നു, നാരായണീയമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അവിടെയൊക്കെ വരുമ്പോ പദങ്ങളെ കുറിച്ച് വളരെയേറെ നിഷ്കർഷയോടെ നോക്കുന്ന ഒരു പ്രവണത നമുക്ക് അവിടെ കാണുന്നത് കൊണ്ടാണ് ഞാൻ ആ പദങ്ങളെ കുറിച്ച് ഇത്രയും കാര്യമായിട്ട് പറഞ്ഞത്. ഇരിക്കട്ടെ, അപ്പൊ ഇത്രയൊന്നല്ല, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പദങ്ങളെ കുറിച്ച് പറഞ്ഞാൽ നിരവധിയുണ്ട്. കാരണം പദങ്ങളാണ്, പദങ്ങൾ എന്ന് പറഞ്ഞാൽ കാലുകളാണ്. കാലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഉള്ളിൽ ശയിക്കുന്ന ആ ശയം, നമ്മുടെ ഉള്ളിൽ ശയിക്കുന്ന നമ്മുടെ ഐഡിയ, നമ്മുടെ ആശയങ്ങൾ, അല്ലെ? നമ്മുടെ മനസ്സ് ശയിക്കുകയാണത്. അത് ശയിക്കണമെങ്കിൽ എന്ത് വേണം, അതിനെ ശക്തിയായുക്ത, ശിവശക്തിയായുക്തനായാലേ എന്താവുള്ളൂ, ശിവമയമായ ആശയം, ശക്തി, വാക്ക്, അല്ലെ? വാക്ക് ദേവിയാണ്, ദേവിയുടെ സ്വരൂപം. ആശയത്തെ നമ്മൾ വാക്കിലേക്ക് സംക്രമിച്ചാൽ മാത്രമേ അത് പ്രസരിക്കുകയുള്ളൂ. അപ്പൊ അത് പ്രസരിക്കണമെങ്കിൽ നമ്മുടെ ആശയങ്ങൾക്ക് പ്രസരിക്കാനുള്ള കാലുകളാണ് എന്ത്, പദങ്ങൾ. അപ്പൊ ആ പദങ്ങൾ നമ്മളെ ഒരു ആശയത്തിന്റെ തലം മുഴുവൻ പ്രകടിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്തായി തീരേണ്ടി വരും, നമുക്ക് ഒരു പദം മാത്രം കിട്ടിയാൽ പലപ്പോഴും മതിയാവുകയില്ല. നമുക്ക് തോന്നും, അതാണ് എഴുതുന്ന ആളുകൾക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ പദം പോരാ, ഈ പദം പോരാ എന്ന് തോന്നും, നന്നായിട്ട് എഴുതുന്നവർക്ക്. അല്ലാതെ വെറുതെ എന്തെങ്കിലും സമൂഹത്തെ ചീത്ത വിളിക്കാനുള്ള പദങ്ങൾ എഴുതുന്നവർക്ക് അതൊന്നും അതിലേക്ക് നോട്ടമൊന്നും വേണ്ട. അപ്പൊ നമുക്ക് തോന്നും, ഒരു പദം പോരാ, രണ്ട് പദവും പോരാ, നമുക്ക് ശതപദങ്ങളായി മാറണം എന്ന് തോന്നും. ശതപദങ്ങൾ, നൂറുകണക്കിന് കാലുകളുള്ളവരായിട്ട് മാറണം എന്ന് തോന്നും, അല്ലെ? ചിലപ്പോ സെന്റിപ്പേഡ് അല്ലെ, നമ്മുടെ അട്ട അല്ലെങ്കിൽ പഴുതാര, നിനക്കാണല്ലോ സെന്റിപ്പേഡ് എന്ന് പറയാം. 100 പദങ്ങൾ ഉള്ള ശതപദങ്ങൾ ആയിട്ട് മാറണം. ഇരിക്കട്ടെ, അപ്പോഴും എന്താവുന്നില്ല. പിന്നെ സഹൃദയത്വം, ഒറ്റ മാർഗമേ ഉള്ളൂ. നമുക്ക് എന്തായിത്തീരുക, നമ്മൾ സഹൃദയരായി തീരുക, സമാനമായ ഹൃദയത്തോടു കൂടിയവരായിത്തീരുക. ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് കവിയുടെ ഹൃദയത്തിൽ ഏതെല്ലാം ഭാവങ്ങളുണ്ടായോ ആ ഭാവങ്ങളെയൊക്കെ ഉൾക്കൊള്ളാൻ മാത്രമുള്ള വിശാലത നമ്മുടെ ഹൃദയത്തിനുണ്ടാവുക. അപ്പൊ നമ്മൾ ആരാകും, അപ്പോൾ നമ്മൾ സഹൃദയന്മാരായിത്തീരും. അതാണ്, സഹൃദയൻ മാത്രമാണ് ഇതിനെ അറിയുന്നത്, വേറെ ആരും അതിനെ അറിയുന്നില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം ആണ്. എഴുത്തിന്റെ വലിയ പരിമിതിയാണ് അത്. ഉദ്ദേശിച്ച അർത്ഥം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പൂർണ്ണമായും ഒരു പദത്തിലൂടെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഗർഭിതാർത്ഥങ്ങളായ പദങ്ങൾ പ്രയോഗിക്കേണ്ടി വരും. വി ഹാവ് ടു യൂസ് ഇംപ്രഗ്നേറ്റഡ് വേർഡ്സ്. അങ്ങനെയുള്ള വേർഡാണ് നമ്മൾ നേരത്തെ വായിച്ചു കേട്ട ഭഗവത്ഗീതയിൽ പറഞ്ഞത്. എന്താണ്, അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. 2 പദങ്ങൾ അങ്ങോട്ട് പ്രയോഗിച്ചപ്പോ ഒരാശയ പ്രപഞ്ചം തുറന്നങ്ങ് വിട്ടിരിക്കുകയാണ്. ഭീഷ്മ പിതാമഹനാണ് അവരുടെ സേനയെ രക്ഷിക്കുന്നത്.
എണ്ണത്തിൽ കുറവുണ്ടായിക്കൊള്ളട്ടെ, അല്ല അവരുടെ സേനയല്ല, നമ്മുടെ സേനയെ ഭീഷ്മ പിതാമഹനാണ് രക്ഷിക്കുന്നത്. ഭീഷ്മ പിതാമഹന് എല്ലാം പേരക്കുട്ടികളാണ്. അപ്പോ എന്തുണ്ടാവില്ല? പ്രത്യേകിച്ചൊരു ഒരു വൈരനിര്യാതന ബുദ്ധി അവരോടുണ്ടാവുകയില്ല. അവരുടെ സേനയെ രക്ഷിക്കുന്നത് ഭീമനാണ്. തന്റെ പത്നിയെ അപമാനിച്ചതിലും തങ്ങളുടെ രാജ്യം തട്ടിയെടുത്തതിലും എല്ലാം ഒടുങ്ങാത്ത പകയോടെ നമ്മെ നേരിടുന്ന ഭീമനാണ് അവിടെയുള്ളത് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് പദങ്ങൾ എന്തായിത്തീരുന്നു? ദേ ബിക്കം ഇംപ്രഗ്നേറ്റഡ്, ഗർഭിതാർത്ഥങ്ങളായി മാറുന്നു. അതിൻ്റെ ഉള്ളിൽ വലിയ എന്താണ്? ഭദ്രാഹ്യേഷാം ലക്ഷ്മീഹി നിഹതാദിവാജി, ഭദ്ര ഏഷാം ലക്ഷ്മീഹി നിഹിത അധിവാജി, അവരുടെ വാക്കുകളിൽ ഭദ്രയായ ഐശ്വര്യ ദേവത കുടികൊള്ളുന്നു. പറയുന്ന ഋഗ്വേദമാണ്, ഞാനല്ല. ഭദ്രൈഷാം ലക്ഷ്മീഹി നിഹിതാധിവാജി, അവരുടെ വാക്കുകളിൽ ഭദ്രയായ ഐശ്വര്യം, ലക്ഷ്മി ഐശ്വര്യം കുടികൊള്ളുന്നു. ആ ലക്ഷ്മി എന്ന് പറയുന്നത് എന്താണ്? ഐശ്വര്യം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ അർത്ഥ വ്യാപ്തിയാണ് എന്നർത്ഥം. അപ്പൊ ഇവിടെയാണ് പഞ്ചമഹ, എന്താണ്? താൻ പഞ്ചമനാണ്, അഞ്ചാമത്തെ അവസ്ഥയാണ് എന്ന ബോധ്യത്തോടുകൂടി ഈ ദേവന്റെ ഭക്തരുടെ സമീപത്ത് അഗ്നി അല്ല മൃത്യു പോകുന്നു. അപ്പോ ഓരോരുത്തരെയും വന്ന് നോക്കി, ഓ യൗവനം വിട്ടിട്ടില്ലാത്ത ആളാണ്, വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ടുള്ള ആളാണ്. വാർദ്ധക്യത്തിൽ തന്നെ എത്തിയാൽ നിരവധി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, അല്ലെ? വൃദ്ധൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൃദ്ധിയെ പ്രാപിച്ചവനാണ്. ജ്ഞാനവൃദ്ധന്മാരുണ്ട്, അല്ലേ? ജ്ഞാനവൃദ്ധന്മാരുണ്ട്. പിന്നെന്താണ്? വൈരാഗ്യത്തിൽ വൃദ്ധി പ്രാപിച്ചവരുണ്ട്, വിവേകത്തിൽ വൃദ്ധി വന്നവരുണ്ട്. ഇവരൊക്കെ വൃദ്ധന്മാരാണ്. അപ്പോ വൃദ്ധത്വം, കാളിദാസൻ പറയുന്നുണ്ട്, തസ്യ ധർമ്മരഥേരാസീത് വൃദ്ധത്വം ജരസാവിന. ധർമ്മരഥിയായിട്ടുള്ള ദിലീപന് ജരയോടുകൂടാതെ വൃദ്ധത്വം വന്നു. ജരാനരകളൊന്നും ബാധിച്ചിട്ടില്ല, പക്ഷെ വൃദ്ധനായി അദ്ദേഹം. എങ്ങനെ വൃദ്ധനായി? അദ്ദേഹം ജ്ഞാനത്തിൽ വൃദ്ധനായി, ഭക്തിയിൽ വൃദ്ധനായി, ധർമ്മത്തിൽ വൃദ്ധനായി, ഇങ്ങനെ എല്ലാറ്റും വൃദ്ധനായി. പക്ഷെ എന്താ ആയിട്ടില്ല? ശരീരത്തിന് വാർദ്ധക്യം ബാധിച്ചിട്ടുമില്ല. അപ്പോ ഇവിടെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? മൃത്യുദേവന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മൃത്യുദേവൻ ഓരോരുത്തരും വരുമ്പോ എന്തില്ല? ബാല്യം വിട്ടിട്ടില്ലാത്തത്, കൗമാരം വന്നിട്ടില്ലാത്തത്, യൗവനം പൂർണ്ണമാക്കിയിട്ടില്ലാത്തത്, വാർദ്ധക്യത്തിൽ പൂർണ്ണമാക്കേണ്ടത് പൂർണ്ണമാക്കിയിട്ടില്ലാത്തത്. വാർദ്ധക്യം കൊണ്ട് എന്താണ് പൂർണ്ണമാക്കാനുള്ളത്? ഒരുപാട് കാര്യങ്ങൾ പൂർണ്ണമാക്കാനുണ്ട്. നമ്മൾ ഷഷ്ടിപൂർത്തി ആഘോഷിക്കാറുണ്ട്, സപ്തതി, പിന്നെ എന്താണ് അശീതി, നവതി ഒക്കെ ആഘോഷിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മളെ ഓരോ അവസ്ഥയിലും വാർദ്ധക്യത്തിന്റെ ഓരോ അവസ്ഥ വരുമ്പോൾ നമ്മൾ അവരെ ആദരിക്കുന്നത്? എന്തിനാണത്? അവരെ നമ്മൾ ആദരിക്കുക, അവരിൽ നിന്ന് യഥാർത്ഥത്തിൽ അതിന്റെ ഗുണമൊന്നും നമുക്ക് കിട്ടാറില്ല. ഗുണം കിട്ടണമെങ്കിൽ എന്ത് വേണം? അവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു സന്ദർഭമായി നമ്മൾ നമ്മുടെ സപ്തതിയാണെങ്കിലും അശീതിയാണെങ്കിലും അതിനെ നമ്മൾ എടുക്കണം. അല്ലാണ്ട് ആശംസ അർപ്പിക്കുന്നവരങ്ങോട്ട് ആശംസ അങ്ങോട്ട് അർപ്പിച്ചു. 3 മണിക്കൂർ നേരമാണ് ഫംഗ്ഷൻ, 3 മണിക്കൂർ കഴിയുമ്പോൾ ഭക്ഷണമാണ്, 3 മണിക്കൂർ ആവുന്നത് വരെയും ആശംസ അർപ്പിച്ചു. എന്നിട്ട് എന്തായി ചേർന്നു? അവരുടെ വാക്കുകൾ കേൾക്കാനുള്ള അവസരമില്ലാണ്ട് എല്ലാവരും കൂടെ ഊണ് കഴിക്കാൻ ഓടി. അപ്പൊ പ്രയോജനം ഉണ്ടായില്ല. പ്രയോജനം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അവസാനം അദ്ദേഹം എന്ന് പറയും, എല്ലാവർക്കും സന്തോഷം കേട്ടോ എന്ന് പറയും. ഗുണം ഉണ്ടായില്ല. ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് കാളിദാസൻ, ഇതൊക്കെ പറഞ്ഞു തരാൻ കാളിദാസൻ വേണം. കാളിദാസൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? നമ്മുടെ ദിലീപ മഹാരാജാവ് കാട്ടിലേക്ക് പോകുന്ന സമയത്ത് വസിഷ്ഠ മഹർഷിയെക്കാണാൻ കാട്ടിലേക്ക് പോകും. ദിലീപൻ വരുന്നു എന്നറിഞ്ഞ് രാജാവും രാജപത്നിയും വരുന്നു എന്നറിഞ്ഞ് എന്താണ് ഇടയന്മാരൊക്കെ വൃദ്ധന്മാരൊക്കെ ഹയ്യം ഗവീനമാതായ അവർ വീടുകളിൽ നിന്ന് ഏറ്റവും പുതിയ നവനീതവും എടുത്തുകൊണ്ട് രാജാവിനെ കാണാൻ അവർ ഇടയന്മാരാണ്. അവർക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ പാരിതോഷികം എന്താണ്? നവനീതമാണ് അവർക്ക് കൊടുക്കാനുള്ളത്, വെണ്ണയാണ് അവർക്ക് കൊടുക്കാനുള്ളത്. അല്ലാണ്ട് നമുക്ക് നമ്മുടെ എന്താണ് വള്ളംകളിയുടെ സൂചനയായിട്ട് തോണി കൊടുക്കാനൊന്നും അവർക്കില്ല. അപ്പൊ അതുകൊണ്ട് അവരെന്താ നവനീതമായിട്ട് വന്നു രാജാവിന്റെ അടുക്ക് വന്നു. രാജാവിന്റെ അടുക്ക് വന്നപ്പോ വൃദ്ധന്മാർ വന്നപ്പോ രാജാവ് അവർ എന്താണ് ചെയ്തത്? അവരിൽ നിന്ന് നവനീതം സ്വീകരിക്കുക മാത്രമല്ല, രാജാവ് ആ സന്ദർഭം എന്തിനു വിനിയോഗിച്ചു? രാജാവ് അവരോട് ചോദിച്ചു, ആ മരത്തിന്റെ പേരെന്താ, ഈ മരത്തിന്റെ പേരെന്താ? ആ വൃദ്ധന്മാർക്ക് എന്തറിയുമോ ആ അറിവിനെ
രാജാവ് അവരിൽ നിന്ന് സ്വീകരിച്ചു. അതാണ് അവർക്കുള്ള ആദരം. അതാണ് അവർക്കുള്ള ആദരം, അല്ലേ? ഹൈയംഗവീനമാതായ ഘോഷവൃദ്ധാൻ ഉപസ്ഥിതാൻ നാമധേയാനി പൃച്ഛന്തൗ. ദിലീപനും സുദക്ഷിണയും ചോദിച്ചു, പൃച്ഛന്തൗ രണ്ടുപേരും ചോദിച്ചു. വന്യാനാം മാർഗശാഖിനാം, വഴിയിൽ നിൽക്കുന്ന കാട്ടുമരങ്ങളുടെ പേരുകൾ അവരോട് ചോദിച്ചറിഞ്ഞു ദിലീപനും സുദക്ഷിണയും. ഇതിൽ പരം ഒരു ബഹുമതി അവർക്കെന്താണ് വേണ്ടത്, അല്ലെ? ആ വൃദ്ധന്മാരോട് ആ മരത്തിന്റെ പേരെന്താ എന്ന് രാജാവോ രാജ്ഞിയോ ചോദിച്ചാൽ ഏറ്റവും വലിയ അവാർഡായിട്ട് അവർക്കതിരിക്കും, അല്ലേ? മരണം വരെയും പറയും, ആ മരത്തിന്റെ പേര് നമ്മുടെ രാജാവിന് ഞാനാണ് പറഞ്ഞു കൊടുത്തത് എന്ന് അവർ പറയില്ലേ? എത്ര വലിയ ബഹുമതിയാണ്. ഇപ്പൊ ബഹുമതിയായിട്ട് എന്ത് വേണ്ട? രാജാവ് ഒരു മുദ്ര കൊടുക്കണ്ട, അവരുടെ അറിവിനെ എന്ത് ചെയ്താൽ മതി? വാങ്ങിയെടുത്താൽ മതി. പുതിയ തലമുറ വാങ്ങിയെടുത്താൽ മതി. അപ്പൊ രാജപത്നിയോടും അത് പറഞ്ഞു കൊടുത്തു. നോക്കൂ, ഒരു പദം പറയുമ്പോ കാളിദാസൻ ഇത് പറഞ്ഞപ്പോ എന്താണ് ഇങ്ങനൊരു വലിയ ആശയം, അല്ലെ? ഷഷ്ടിപൂർത്തിക്ക് എന്താണ് ആശംസ അർപ്പിക്കാൻ പോകുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ആശയം ഉൾക്കൊണ്ടിട്ടുണ്ടോ? ഇതിനു വേണ്ടിയിട്ടാണ് ഇത് ആഘോഷിക്കുന്നതെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടോ? ഇത് വേണം. എന്നിട്ട് എന്ത് ചെയ്യണം? സ്വന്തം വാക്കുകൾ കുറച്ചിട്ട് അവരുടെ അനുഭവങ്ങൾ കേൾക്കാനുള്ള, അവരുടെ ധാർമ്മികോപദേശങ്ങൾ കേൾക്കാനുള്ള സന്ദർഭമായി നമ്മൾ അവയെ മാറ്റേണ്ടതാണ്. അതിരിക്കട്ടെ. അപ്പോ ഇങ്ങനെ ഏതാണ്? അപ്പൊ അവിടെയും അതാണ് കാളിദാസനാണ് പറഞ്ഞു തരുന്നത്. കാളിദാസൻ പറഞ്ഞാൽ അതെന്തല്ല, അത് വെറുതെ ഒരു വാക്കല്ല. ഒരു ഡിക്ഷണറി മീനിങ് കൊണ്ട് അതിന്റെ ആശയതലം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. അപ്പൊ പഞ്ചമഹ, ഞാൻ അഞ്ചാമത്തെ ആളാണ് എന്ന് പറയുമ്പോ വാർദ്ധക്യം, വൃദ്ധന്റെ കർമ്മം എന്ത്? തന്റെ വിപുലമായ ലോകപരിചയം, ജ്ഞാനം, അത് ലോകത്തിന് പകർന്നു കൊടുക്കുന്നവനും കൂടിയാണ് വൃദ്ധൻ. പേരക്കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നവനാണ്. അതുകൊണ്ടാണ് ഉദയന കഥാകോവിദ ഗ്രാമവൃദ്ധാഹ എന്ന് കാളിദാസൻ പറഞ്ഞത്. ഉദയന കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഗ്രാമവൃദ്ധന്മാരാണ് അവരെ. അപ്പൊ അവരുടെയൊക്കെ ധർമാനുഷ്ഠാനം കഴിഞ്ഞതിന് ശേഷമേ എനിക്ക് അവരെ പ്രാപിക്കുവാൻ എന്തുള്ളൂ? അധികാരമുള്ളൂ എന്ന ബോധ്യത്തോടുകൂടി ഈ ദേവന്റെ ഭക്തരുടെ സമീപം ആര് നടക്കുന്നു? മൃത്യു സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇതിധാവതി, ഇങ്ങനെ ഏതൊരു ദേവനെ ധ്യാനിക്കുന്നത് കൊണ്ടാണോ താൻ ജീവികളുടെ അഞ്ചാമത്തെ അവസ്ഥ മാത്രമാണ് എന്ന ബോധ്യത്തോടുകൂടി മൃത്യുദേവൻ സഞ്ചരിക്കുന്നത്. പിന്നെ എന്താണ് ചെയ്യുന്നത്? ശ്രുത്യാന്ത അർത്ഥൈകനിഷ്ഠം. ശ്രുത്യന്ത അർത്ഥൈകനിഷ്ഠം. ശ്രുത്യന്തങ്ങള്, ശ്രുതി വേദം, വേദങ്ങളുടെ അന്തം. അന്തം എന്ന് പറഞ്ഞാൽ അവസാനം എന്ന് മാത്രമല്ല. എന്താണ് അർത്ഥം? അവസാനം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എന്നാണ് അർത്ഥം, അല്ലെ? അന്തം, ദ എൻഡ്. പണ്ടൊക്കെ സിനിമയുടെ അവസാനത്തിൽ ദ എൻഡ് എന്ന് കാണിക്കും, അല്ലെ? നായികയും നായകനും പ്രണയ പരവശരായി തീരുന്നു, എന്നാലും അവർ ആദർശങ്ങളനുസരിച്ച് ജീവിക്കുന്നു. ആദർശങ്ങളനുസരിച്ച് ജീവിക്കാത്ത വിധത്തിൽ വില്ലന്മാർ പ്രത്യക്ഷപ്പെടുന്നു. പല വില്ലന്മാരും ഉണ്ടാവും, അല്ലെ? വില്ലന്മാരെന്ന് പറഞ്ഞാൽ ആരൊക്കെ ആവാം, അല്ലെ? ചിലയിടത്ത് അച്ഛൻ തന്നെ വില്ലനായിട്ട് വരുന്ന സന്ദർഭമൊക്കെ നമുക്ക് അറിയാൻ പറ്റും, അല്ലെ? അച്ഛൻ തന്നെ, പിതാവ് തന്നെ. അതായത് നളിനിയൊക്കെ വരുമ്പോ നളിനിയെ വിവാഹം ചെയ്തു കൊടുക്കാൻ നിശ്ചയിച്ച പിതാവാണ്. അവളുടെ ഇംഗിതത്തിന് അത് വിരുദ്ധമായി തീർന്നു. എല്ലായിടത്തും നമുക്കത് കാണാൻ പറ്റും. ഇംഗ്ലീഷ് നോവലുകളിലും നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? ടെമ്പസ്റ്റ്, ദ ടെമ്പസ്റ്റ്. അവിടെ പറയുന്നുണ്ട്, പ്രോസ്പെറോ തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ചെറുപ്പക്കാരനെ തന്നെയാണ് മകള് പ്രേമിച്ചത്. അച്ഛൻ ആർക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ കഴിയുന്നോ വിചാരിക്കുന്നുവോ ആ ചെറുപ്പക്കാരനെ തന്നെയാണ് തന്റെ മകള് പ്രേമിച്ചത്. അച്ഛൻ അവിടെ വില്ലനായി മാറുകയാണ്. ഐ വിൽ പുട്ട് ഇംപിഡിമെന്റ്സ് ടു ദ ഫ്രീ ഫ്ലോ ഓഫ് ദെയർ ലവ്, അതർവൈസ് ഹി വിൽ അണ്ടർ എസ്റ്റിമേറ്റ് മൈ ചൈൽഡ്. അദ്ദേഹത്തിന്റെ വിഷമം എന്താണ്? അവൻ പ്രേമിച്ചു, അപ്പോഴേ എന്റെ മകളെ കിട്ടി. അവൻ എന്ത് ചെയ്യും? അവൻ എന്റെ മകളെ വില കുറഞ്ഞു കാണും. ഞാൻ പ്രേമിച്ചപ്പോഴേ കിട്ടിയതല്ലേ, ഇത്രയ്ക്ക് വിലയുള്ളൂ എന്ന് വിചാരിക്കും. സോ വാട്ട് കൻ ഐ ഡു? വാട്ട് ഷാൽ ഐ ഡു? ഐ വിൽ പുട്ട് ഇംപിഡിമെന്റ്സ്, ഞാൻ തടസ്സങ്ങൾ സൃഷ്ടിക്കും. ടു ദ ഫ്രീ ഫ്ലോ ഓഫ് ദെയർ ലവ്, അവരുടെ അനുരാഗത്തിന്റെ സ്വതന്ത്രമായ പ്രവാഹത്തിന് ഞാൻ തടസ്സങ്ങൾ സൃഷ്ടിക്കും. അല്ലെങ്കിൽ അവൻ എന്റെ മകളെ വിൽ അണ്ടർ എസ്റ്റിമേറ്റ് മൈ ചൈൽഡ്, അല്ലെ? കുറഞ്ഞ് വിലമതിക്കും എന്നാണ്. അപ്പൊ ഇതിനൊരു എന്തുണ്ട്? ഇംപിഡിമെന്റ്സ്, അന്തരായങ്ങൾ വളരെ വ്യാപകമാണ്. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം എല്ലാം കഴിഞ്ഞ് അവർ രണ്ടുപേരും ഒന്നായി തീരുമ്പോൾ സിനിമ തീരുന്നു. അപ്പോ പറയും
ദ എൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ഇതിന്റെ ലക്ഷ്യം എന്നാണ് അർത്ഥം. തീർന്നു എന്നല്ല, ഇതാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പോ അതുപോലെ ഇവിടെ എന്താണ്? ശ്രുത്യന്തം, വേദത്തിന്റെ അന്തം, വേദങ്ങൾ ലക്ഷ്യമാക്കുന്ന ഏതൊരു ജ്ഞാനമുണ്ടോ ആ ജ്ഞാനം ശ്രുത്യന്തത്തിന്റെ അർത്ഥത്തിൽ മാത്രം നിഷ്ഠമാണ് ഈ സ്വരൂപം. വേദാന്തത്തിന്റെ താത്പര്യാർത്ഥങ്ങളെ ഉൾക്കൊണ്ടാൽ മാത്രം എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇതിന്റെ ശരിയായ സ്വരൂപം മനസ്സിലാക്കാൻ പറ്റും. അതായത് അതിലൂടെ ജ്ഞാനമുണ്ടാകും. ആ ജ്ഞാനം എന്തായിത്തീരുന്നു? ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി. ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മം തന്നെയായി തീരുന്നു. അങ്ങനെ വേദാന്തത്തിന്റെ ശ്രുത്യന്തത്തിന്റെ അർത്ഥത്തിൽ ഏകനിഷ്ഠ, അതിൽ മാത്രം നിഷ്ഠം. നിഷ്ഠം എന്ന് പറഞ്ഞാൽ നിശേഷേണ സ്ഥാ തിഷ്ഠതി, നിലകൊള്ളുന്നു. സ്ഥാ, സ്ഥിതി ചെയ്യുന്ന അർത്ഥത്തിലാണ് ഈ സ്ഥാ വരുന്നത്. അതാണ് പലയിടത്തും ഷ്ഠ എന്ന് വരുന്നത്. നമ്മുടെ കൈക്ക് നമ്മൾ പറയാറുണ്ട് അങ്കുഷ്ഠം. എന്താണ് അങ്കുഷ്ഠം എന്ന് പറയുന്നത്? അങ്കു എന്ന് പറഞ്ഞാൽ അങ്കു എന്ന് പറഞ്ഞാൽ ഈ കൈയിന്റെ ഈ പത്തി, ഇതിനാണ് അങ്കു എന്ന് പറയാ. അങ്കുവിൽ പ്രാധാന്യത്തോടെ സ്ഥിതി ചെയ്യുന്നതാണ് തള്ളവിരല്. അതുകൊണ്ടാണ് ഈ തള്ളവിരലിന് എന്ത് പറയുന്നത്? അങ്കുഷ്ഠം. അങ്കുവിൽ പ്രമുഖമായ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. അതുപോലെയാണ് ഇവിടെ എന്താണ്? ഏകനിഷ്ഠം, ആ അർത്ഥത്തിൽ മാത്രമായി നിശേഷേണ സ്ഥിതി ചെയ്യുന്ന തം മൃത്യുമൃത്യും, ആ മൃത്യുവിനെ, മൃത്യുവിനും മൃത്യുവായിരിക്കുന്നു, മരണത്തിനും മരണമായിരിക്കുന്നു, മരണദേവനെയും നിഗ്രഹിക്കുന്നവൻ ആയ ദേവൻ, മരണത്തെയും ജയിച്ചവനായ ആരാണ്? സാക്ഷാത് ഭഗവാൻ ശ്രീ പരമേശ്വരൻ. ആ പരമേശ്വരനെ, മരണത്തിനും മരണമായിരിക്കുന്ന ശ്രീ പരമേശ്വരനെ ഞാൻ അശരണം ആയി, മറ്റ് ശരണം ഒന്നുമില്ലാത്ത വിധത്തിൽ പരിപൂർണമായ ശരണമായി, ശരണം പ്രപദ്യേ, ശരണമായി ഞാൻ പ്രാപിക്കുന്നു. ആ ദേവനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. അപ്പോൾ ഈ അർത്ഥതലങ്ങളൊക്കെ ഇതിന് ഉണ്ട്. ഈ എറണാകുളത്ത് അപ്പൻ എന്ന ആ അരണിയെ എൻ്റെ ധ്യാനത്തിലൂടെ ഞാൻ മഥനം ചെയ്യുമ്പോഴാണ്, ഇത് അരണിയാണ്, അതിനെ ഞാൻ ഞാൻ ഏകാഗ്രചിത്തനായി അതിനെ മനനം ചെയ്യുമ്പോൾ, ധ്യാനിക്കുമ്പോൾ മാത്രമാണ് ആ അരണിയിൽ നിന്ന് ഈശ്വര സ്വരൂപമായ അഗ്നി നിർഗമിക്കുന്നത്, അതിനെ ഞാൻ അനുഭവിക്കുന്നത്. അപ്പൊ എന്താണ്? ആ അഗ്നിയും ഞാനും ഒന്നായിത്തീരുന്ന ആ നിർവൃതിയുടെ, ആ കൈവല്യത്തിന്റെ അനുഭൂതി ഉണ്ടാകണമെങ്കിൽ അപ്രകാരം അതിനെ ധ്യാനിക്കണം. അല്ലാതെ വെറുതെ ചെന്നിട്ട് നമ്മൾ ഇങ്ങനെ ചരിഞ്ഞു നിന്നൊന്ന് കണ്ടതുകൊണ്ട് മാത്രം എന്താകുന്നില്ല? ഈ പറയുന്ന അനുഭൂതികൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെയുമല്ല, ആ ദേവന് നിയമിത മനസ്സുകൾ അനുഭവിക്കുന്നു. മൃത്യു പോലും ഈ ദേവന്റെ മുന്നിൽ താൻ പഞ്ചമനാണ് എന്ന ബോധ്യത്തോടെ മാത്രം സഞ്ചരിക്കുന്നു. അങ്ങനെയുള്ള ആ ദേവനെ ഞാൻ മറ്റൊരു ശരണവുമില്ലാതെ അഭയം പ്രാപിക്കുന്നു എന്ന് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഹന്യാദ്ധാർദ്ധാന്ധകാരം മമ മതിഗമിതെർണാകുളേ ശാരണിസ്ഥോ വഹ്നിർയേന പ്രപന്ന നിയമിത മനസോ നിർവിശേഷാത്മമുക്തിം മൃത്യുർയദ്ദാഹഭിത്യേവ ഹി സകലഹര പഞ്ചമോ ധാവതീതി ശ്രുത്യന്തർത്ഥൈകനിഷ്ഠം ശരണമശരണം മൃത്യും പ്രപദ്യേ. ഒരു മണിക്കൂർ നേരം കൊണ്ട് സാറ് പറഞ്ഞ ഓരോ വാക്കുകളും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്. അത്രമാത്രം ബലപ്പെട്ട ഒരു അന്തർഗതമായ വാക്കുകളായിരുന്നു സാറിൻ്റെത്. നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോയി എന്താണ് എറണാകുളത്തപ്പനെ നമ്മൾ തൊഴുമ്പോൾ, നമ്മൾ മനസ്സിൽ അവിടെ ധ്യാനിക്കുമ്പോൾ മനസ്സിൽ നമ്മൾ ഉണ്ടാകേണ്ട എന്നുള്ള കാര്യം സാറ് എത്രയോ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നു. നമുക്ക് കൂടുതലായിട്ടുള്ള അഭിപ്രായങ്ങൾ കേൾക്കുന്നതിന് മുൻപായിട്ട് എനിക്ക് ഏറ്റവും ആരാധ്യനും സ്നേഹസമ്പന്നനായ ഞങ്ങളുടെ ഒരു ഡോക്ടർ രാമചന്ദ്രൻ നായർ, അദ്ദേഹം
ഈ എറണാകുളത്തപ്പനെ കുറിച്ചുള്ള ഒരു കീർത്തനം ചൊല്ലുമായിരുന്നു. ഞാൻ ഇടയ്ക്ക് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അതിൻ്റെ പല്ലവിയെങ്കിലും ഒന്ന് ആവർത്തിക്കുന്നതിന് വേണ്ടി. നമുക്ക് അത് കേട്ടതിന് ശേഷം ബാക്കിയുള്ള അഭിപ്രായങ്ങൾ കേൾക്കാം. ഡോക്ടർ നായർ. ഋഷിനാഥ കുളത്തപ്പ ശരണം, എറണാകുളത്തപ്പ. Good morning, good afternoon. ഋഷിനാഥ കുളത്തപ്പ ശരണം, ശ്രീ എറണാകുളത്തപ്പ ശരണം. ഋഷിനാഥ കുളത്തപ്പ ശരണം, ശ്രീ എറണാകുളത്തപ്പ ശരണം. പരിജനപാലന നിരതനായി നിലകൊള്ളും എരികനൽ നയന ശരണം, ഗിരികന്യരമണ ശരണം. ഋഷിനാഗകുളത്തപ്പ ശരണം, ശ്രീ എറണാകുളത്തപ്പ ശരണം. പാശുപതാസ്ത്രം പാർത്ഥനു നൽകിയ പശുപതിയല്ലേ നീ. പാശുപതാസ്ത്രം പാർത്ഥനു നൽകിയ പശുപതിയല്ലേ നീ. ദേവലനെന്നൊര കേവല ബാലനെ ദേവനാക്കിയ മഹാദേവനല്ലേ. എന്നെന്നും നിൻ മുന്നിൽ വന്നൊന്നു തൊഴുതിടാൻ എന്നെ നീ അനുവദിക്കില്ലേ. ശംഭോ എന്നെ നീ അനുഗ്രഹിക്കില്ലേ. ശംഭോ ശങ്കര ഗൗരി ശങ്കര സർവശുഭങ്കര പാഹി. തുംപുരു നാരദ ദേവിത പാദ സാംബ സദാ ശിവപാഹി. ശംഭോ ശങ്കര ഗൗരി ശങ്കര സർവശുഭങ്കര പാഹി. തുംപുരു നാരദ ദേവിത പാദ സാംബ സദാ ശിവപാഹി. ഋഷിനാഥ കുളത്തപ്പ ശരണം, ശ്രീ എറണാകുളത്തപ്പ ശരണം. പശ്ചിമ ഗംഗാദർശനം കൊള്ളും നീ പഞ്ചാബ്ജപുരത്തിൻ പുണ്യം. പശ്ചിമ ഗംഗാദർശനം കൊള്ളും നീ പഞ്ചാബ്ജപുരത്തിൻ പുണ്യം. വരദാഭയങ്ങളുമായി മേവും നിൻ കാൽക്കൽ വരുവാൻ കഴിഞ്ഞാലേ ഭാഗ്യം. വരദാഭയങ്ങളുമായി മേവും നിൻ കാൽക്കൽ വരുവാൻ കഴിഞ്ഞാലേ ഭാഗ്യം. തൃപ്പാദ പത്മത്തിലാത്മാർപ്പണം ചെയ്ത് പുഷ്യങ്ങൾ പുഷ്പങ്ങൾ പുണ്യന്മം പുണ്യം. പുഷ്പങ്ങൾ തൻ ജന്മം ധന്യം. ശംഭോ കൽപ്പാന്ധ്ര സൗരഭ്യ പൂർണം. ശംഭോ ശങ്കര ഗൗരി ശങ്കര സർവശുഭങ്കര പാഹി. ദുൽകുരു പാരവദേവിത പാദ സാംബ സദാ ശിവപാഹി. ശംഭോ ശങ്കര ഗൗരി ശങ്കര സർവശുഭങ്കര പാഹി. ദുൽഗുരു ഭാരത ദേവിത പാദ സാംബ സദാ ശിവപാഹി. ഋഷിനാഥ കുളത്തപ്പ ശരണം, ശ്രീ എറണാകുളത്തപ്പ ശരണം. വളരെ വളരെ സന്തോഷം ഡോക്ടർ നായർ. ഇത്രയും നമുക്ക് ഓർത്തെടുത്ത് വളരെ നാൾക്ക് മുൻപാണ് ഈ പാട്ടുകൾ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. അതിനുശേഷം എത്രയോ വർഷങ്ങൾ കടന്നുപോയി. എന്നിരുന്നാലും സാറ് എറണാകുളത്തപ്പനെ കുറിച്ച് എറണാകുളത്തെ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പ്രഭാഷണം കേട്ടപ്പോൾ അന്ന് ചൊല്ലിയിരുന്ന ഈ വരികൾ എൻ്റെ മനസ്സിലൂടെ തെളിഞ്ഞു വന്നു. വളരെയേറെ സന്തോഷം. നമ്മുടെ മനസ്സിലെ അന്ധകാരം മാറുമ്പോൾ അതിന് ഉപയുക്തമാണ്, അതിന്
പ്രയോജനകരമാണ് എറണാകുളത്തിലെ ആ പ്രതിഷ്ഠ. അതിലൂടെ ആ അന്ധകാരം മാറിക്കഴിഞ്ഞിരുന്നാൽ നമുക്ക് പരമാത്മപ്രാപ്തിയിൽ എത്തിച്ചേരാം എന്നുള്ളതാണല്ലോ നാം ഇന്നത്തെ ഈ ശ്ലോകത്തിലൂടെ കേൾക്കാൻ കഴിഞ്ഞത്. മറ്റ് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം ചുരുങ്ങിയ വാക്കുകളിൽ കേൾക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അതിനുശേഷം നമ്മൾ പതിവ് പോലെ നിർവ്വാണ ഷട്കം ചൊല്ലി നമുക്ക് അവസാനിപ്പിക്കാം. ഇന്ന് സാറിന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇനി എറണാകുളത്തപ്പനെ എന്നല്ല, ഏത് പരമശിവന്റെ ക്ഷേത്രത്തിൽ പോയാലും അതിന് വേറൊരു ഗരിമ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അത് മൃത്യുവാണ് എന്നെല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതാ അരണിയുടെ ഉപമയും അതിനപ്പുറത്തുള്ള അഗ്നിയുടെ ഗരിമയും ഇതെല്ലാം കൂടി സാർ അത് പറഞ്ഞു തന്നപ്പോ അതിനൊരു പ്രത്യേക ചൈതന്യം തന്നെ വന്നു. അത് വലിയ സന്തോഷമായി. ശ്രീ ഗുരുഭ്യോ നമഃ. മറ്റേ രാധ നമുക്ക് നിർവ്വാണ ഷട്കത്തിൽ ഓം വിദ്യാധിരാജായ നമഃ. മനോബുദ്ധ്യഹങ്കാരചിത്താനി നാഹം ന ശ്രോത്രജിഹ്വേ ന ഘ്രാണനേത്രേ ന വ്യോമഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന ച പ്രാണസഞ്ജോ ന വൈ പഞ്ചവായു ന വാ സപ്തധാതുർന വാ പഞ്ചകോശ ന വാക്പാണിപാദം ന ചോപസ്തപായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന മേ ദ്വേഷരാഗൗ ന മേ ലോഭമോഹൗ മദോ നൈവ മേ നൈവ മാത്സര്യഭാവഃ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞാഃ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്താ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന മൃത്യുർന ശങ്കാ ന മേ ജാതിഭേദഃ പിതാ നൈവ മേ നൈവ മാതാ ച ജന്മ ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അഹം നിർവികൽപോ നിരാകാരരൂപോ വിഭുത്വാച്ച സർവത്ര സർവേന്ദ്രിയാണാം ന ചാസംഗതം നൈവ മുക്തിർന മേയ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഓം
വിദ്യാധിരാജായ നമഃ. ഓം സദ്ഗുരുഭ്യോ നമഃ.